ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ തസ്രീഫുൽ അഫ്ആൽ കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. ഇനി തസ്രീഫുൽ അസ്മാ ആണുള്ളത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് കൂടുതൽ, അഫ്ആലാണോ അസ്മാ ആണോ കൂടുതൽ? വാക്കുകൾ അസ്മാ ആണ് കൂടുതൽ, പക്ഷേ സർഫിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം? അഫ്ആലിനാണ്. ഇസ്മുകൾക്ക് നഹ്വാണ് ശരിക്ക്, അവസാനത്തെ അക്ഷരത്തിൻ്റെ മാറ്റങ്ങൾ. നഹ്വിൽ കൂടുതൽ ഇസ്മിനെ കുറിച്ചാണ് പഠിക്കുക, സർഫിൽ കൂടുതൽ ഫെയിലുകളെ കുറിച്ചാണ് പഠിക്കുക. അപ്പോൾ ആദ്യം കൂടുതൽ പ്രയാസമുള്ളത് കഴിഞ്ഞു, തസ്രീഫുൽ അഫ്ആൽ കഴിഞ്ഞു. ഇനി തസ്രീഫുൽ അസ്മാ ആണുള്ളത്. നമ്മൾ ഫെയിലിനെ കുറിച്ച് 5 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ, തസ്രീഫുൽ അഫ്ആലിനെ കുറിച്ച്. അതുപോലെ ഇസ്മിനെ കുറിച്ച് ഒരു 6 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളാ കിതാബിൽ കാണാം, കിതാബിൽ 41 പേജ് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ആ കിതാബിൽ ഇതിൽ 41ാമത്തെ പേജാണ് ഈ പ്രിൻ്റ് എടുത്ത 20 ഒരു പേജ് ബ്ലാങ്കും ഒരു പേജ് എഴുത്തുള്ള അങ്ങനെ ആ കോപ്പിയില്ലേ, അതിൽ 41 അല്ലേ? PDF 41 അല്ലേ? 24 ഉള്ളിൽ 24. ഓക്കെ. ഫയലിൽ 41 പേജ്. ശരി. അപ്പോൾ ഇതിൽ നിങ്ങൾ വായിച്ചാൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നോക്കി ആവശ്യമില്ലെങ്കിൽ എഴുതാം. ഫിഹാദ് അൽ ഖിസ്ം, അതായത് തസ്രീഫുൽ അസ്മായിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, എഴുതാൻ തഖ്സീമുൽ ഇസ്മി ഇല സഹീഹിൻ വ മുഅത്തൽ. ഇസ്മിനെ വേർതിരിക്കുകയാണ്. ഈ വേർതിരിക്കുക എന്ന് പറയുമ്പോൾ വേർതിരിച്ചിട്ടാണ് പഠിക്കുന്നത്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് വേർതിരിക്കുന്നത്. നമ്മൾ തസ്രീഫുൽ അഫ്ആൽ പറഞ്ഞത് എന്തായിരുന്നു? ഫെയിൽ നമുക്ക് 5 രീതിയിൽ വേർതിരിക്കാൻ പറ്റും, സഹീഹ് മുഅത്തൽ. എന്നിട്ട് നമ്മൾ സഹീഹ് മുഅത്തൽ എന്താണെന്ന് പഠിക്കായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും 5 ആയിട്ട് വേർതിരിക്കാൻ പറ്റും. 1, 2, 3, 4, 5. ഏതൊക്കെയാണത്? ഒന്ന് സഹീഹ് മുഅത്തൽ തന്നെ, സഹീഹുൻ വ മുഅത്തൽ. ഫിഅലുള്ളത് പോലെ തന്നെ സഹീഹും മുഅത്തലും ഇസ്മിലും ഉണ്ട്. അടുത്തത് മുദക്കർ വ മുഅന്നസ്, മുദക്കറുൻ വ മുഅന്നസ്. മുദക്കറും മുഅന്നസും എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീലിംഗം പുല്ലിംഗം, അതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട്. മൂന്നാമത്തത് മുഫ്രദ്, മുഫ്രദുൻ വ മുസന്നൻ വ ജം. നാലാമത്തത് ജാമിദുൻ വ മുഷ്തഖ്, ജാമിദുൻ മുഷ്തഖ്. എന്താ ജാമിദ് മുഷ്തഖ് എന്ന് പറഞ്ഞാൽ? ഇതുവരെയുള്ള 3 എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ജാമിദ് മുഷ്തഖ് എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർക്ക് ചിലപ്പോൾ പുതിയതായിരിക്കും. ജാമിദ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ നിന്നും ഉണ്ടായിട്ടുള്ളതല്ല, അത് അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് അസദുൻ, സിംഹം, അതെന്തിൽ നിന്നുണ്ടായതാ? ഒന്നുമില്ല, ജാമിദാണ്. മുഷ്തഖ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ നിന്നുണ്ടായതാണ്, മസ്ദറിൽ നിന്നുണ്ടായതാണ്. ഉദാഹരണത്തിന് സാജിദുൻ, അത് സുജൂദുൻ എന്നുള്ള മസ്ദറിൽ നിന്നുണ്ടായതാണ്, ഇസ്മുൽ ഫായിലാണ് സാജിദ് എന്നുള്ളത്. മക്തൂബുൻ, അത് കിതാബത്തുൻ അല്ലെങ്കിൽ കിതാബുൻ അല്ലെങ്കിൽ കത്ബുൻ എന്നുള്ള മസ്ദറിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇസ്മുൽ മഫ്ഊലാണ് മക്തൂബുൻ. അതാണ് ഇവിടെ ജാമിദ് മുഷ്തഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് 2ആയി വേർതിരിക്കാമെന്ന് മനസ്സിലായി. ഒന്ന് ജാമിദ്, ഇതിനെല്ലാം പറ്റും, മുഷ്തഖുൻ. ഈ ജാമിദ് നമ്മൾ പറഞ്ഞു, ഒന്ന് എന്താണ്? മസ്ദർ ഉണ്ട്. രണ്ടാമത്തേത് ഇസ്മുൽ ജിൻസ്. ഇപ്പോൾ അസദുൻ, സിംഹം എന്ന് പറയുന്നത് ആ ഒരു വർഗത്തിൻ്റെ പേരാണ്. കലമുൻ, പേനകൾ, പേന എന്നുള്ള വർഗം. അപ്പോൾ അത് ഉണ്ട്. അതുപോലെ മസ്തർ, മസ്തർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാജിദ് എന്നുള്ളത് സുജൂദ് നിന്നുണ്ടായതാന്ന് പറഞ്ഞു. ഈ സുജൂദ് എവിടെ നിന്നുണ്ടായതാ? അത് ജാമിദാണ്, അത് ജാമിദാണ്. കാരണം അതിൽ നിന്നുണ്ടായതെന്ന് പറയുമ്പോൾ പിന്നെ അത് സ്വന്തമായിട്ടുള്ളതായിരിക്കണം, ആദ്യം ഉള്ളതായിരിക്കണം. അപ്പോൾ 2 തരത്തിലുള്ള ജാമിദ് ഉണ്ട്. മുഷ്തഖാണെങ്കിലോ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇസ്മുൽ ഫായിലിൻ്റെ ഉദാഹരണം പറഞ്ഞു, സാജിദുൻ. മക്തൂബുൻ എന്ന് പറഞ്ഞു, ഇസ്മുൽ മഫ്ഊൽ. അത് മാത്രമാണോ? അത് മാത്രമല്ല, മുഷ്തഖാത്തുകൾ എത്ര ഉണ്ട്? 7 ഉണ്ട്. 7 മുഷ്തഖാത്തുകളുണ്ട്. ഏതൊക്കെയാണ്? ഇസ്മുൽ ഫായിൽ, നമുക്ക് നോക്കാം, ഓർമ്മ ഉള്ളതൊക്കെ എഴുതി വെക്കാം. പിന്നെ ഇസ്മുൽ മഫ്ഊൽ, ഇസ്മു അസ്സമാൻ വൽ മക്കാൻ,
ഇസ്മു സമാൻ വൽ മക്കാൻ, പിന്നെ അസിഫത്തുൽ മുഷബ്ബഹ, അസിഫത്തുൽ മുഷബ്ബഹ എന്താന്ന് പറയാം. പിന്നെ ഇസ്മു തഫ്ളീൽ, തസ്ഗീർ പറയാം. തസ്ഗീർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ജാമിദിൽ നിന്ന് ഉണ്ടാവുന്നതല്ല, അത് ഉള്ളൊരു ഇസ്മിനെ തന്നെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ചെറുതാക്കുന്നതാണ്. പറയാം, പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ടതുണ്ട് ഇസ്മു തഫ്ളീൽ, പിന്നെ ഇസ്മുൽ മുബാലഗ. ഇസ്മുൽ മുബാലഗ ഉണ്ടോ നിങ്ങൾ നോട്ടിലുണ്ടോ? ഉണ്ടോ? സീഗത്തുൽ മുബാലഗ എന്നായിരിക്കും അല്ലേ? സീഗത്തുൽ മുബാലഗ. പിന്നെ ഇസ്മുൽ ആല. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഞ്ചാമത്തത് എന്താണ്? 5ഉം 6ഉം ഉണ്ടല്ലോ അല്ലേ? 5 ജാമിദ് മുസ്തഖായിട്ട് തസ്ഗീറുണ്ട്. പിന്നെ അന്നസബ് അല്ലേ? നസബല്ലേ? തസ്ഗീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാക്കുക. ഹിറുൻ അതിനെ ഹുറൈറുൻ എന്നാക്കുന്ന പരിപാടി. നസബ് എന്ന് പറഞ്ഞാൽ ചേർത്തി പറയാം. ഇപ്പോൾ നമ്മളെ നാടിനെ ചേർത്തി പറയാം, ഹിന്ദി, മറാത്തി. അതുപോലെ തന്നെ നാട്ടിലേക്ക് മാത്രം ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ വേറെ എന്തെങ്കിലും ജോലിയിലേക്ക് ചേർത്തി പറയും ചിലപ്പോൾ. എന്താ ഉദാഹരണം? എന്താ? അന്നഹ്വി. എന്താ നഹ്വി എന്ന് പറഞ്ഞാൽ? നഹ്വ് പഠിച്ച ആൾ. അസ്സർഫി, ഉസൂലി. അതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം ഏത് പഠിക്കണം? ആദ്യം ജാമിദ് മുസ്തഖ് പഠിക്കുക. കാരണം നമ്മളെ ആദ്യം തുടങ്ങിയ നമ്മളെ മെത്തേഡ് എന്താണ്? പ്രയാസമുള്ളത് ആദ്യം തീർക്കുക, കൂടുതലുള്ളത് ആദ്യം തീർക്കുക എന്നല്ലേ? അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതല്ലേ, ജാമിദും മുസ്തഖും. ഇപ്പോൾ ഇതെന്താ നോക്കാം. ആദ്യം ജാമിദ് ഞങ്ങൾ ഇതിൽ തന്നെ വായിച്ചോ, ഇതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ളതൊക്കെ ഈ കിതാബിൽ ഇങ്ങനെ സൂചനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവസാനത്തെയപ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ജാമിദ് മുസ്തഖ്? എത്രയാണ് പേജ്? ആരെങ്കിലും വായിക്കോ? തഖ്സീമുൽ ഇസ്മി നിങ്ങൾ വായിച്ചോളൂ. തഖ്സീമുൽ ഇസ്മി മിൻ ഹൈസുൽ ജുമൂദ് വൽ ഇഷ്തിഖാഖ്, അവിടെ നിന്ന് വായിച്ചോളൂ. പേജ് നമ്പർ 27 അല്ലേ? എന്താ പറഞ്ഞതിനർത്ഥം? ഇസ്മിനെ അതിൻ്റെ ജുമൂദും ഇഷ്തിഖാഖും, ഉറച്ചു നിൽക്കലും അതുപോലെ തന്നെ പുതിയ വാക്കുകൾ ഉണ്ടാക്കാൻ നിന്ന് കൊടുക്കലും, ഇഷ്തിഖാഖ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? പിളരൽ. ഇഷ്തിഖാഖിനെ പിളരൽ. ഉറച്ചു നിൽക്കലും പിളരലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? രണ്ടായി വേർതിരിക്കും. ഒന്ന് ഉറച്ചു നിൽക്കുന്നത്, രണ്ട് പിളർന്ന് വേറെ വാക്കുകൾ ഉണ്ടാകുന്ന ഇസ്മുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ജാമിദ്, രണ്ട് മുസ്തഖ്. വായിച്ചോളൂ. ഒരു ചെറിയ കാര്യം പറയണേ. നമ്മൾ ഭാഷ പഠിച്ച് തുടങ്ങുമ്പോൾ ഏത് ഭാഷയാണെങ്കിലും അതിൽ കാണുന്ന ഓരോ വാക്കും ഓരോ പ്രയോഗവും ഓരോ ശൈലിയും എന്തൊക്കെയുണ്ടോ ആ ഭാഷയിൽ ബന്ധപ്പെടുക, അതിനോടൊക്കെ നമുക്കൊരു ആർത്തി വേണം. ഇങ്ങനെ പറയാറുണ്ട് സാധാരണ, 1 രൂപയ്ക്ക് വിലയില്ലാത്തവന് കച്ചവടക്കാരനാകാൻ കഴിയില്ല, ഒരു നിമിഷത്തിന് വിലയില്ലാത്തവന് വിദ്യാർത്ഥിയാവാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ഉണ്ടാക്കിയൊരു പ്രയോഗമാണ്. അത് ഒരു വാക്കിന് വിലയില്ലാത്തവന് ഭാഷ പഠിക്കാൻ സാധിക്കില്ല. ഓരോ വാക്കിനും വില വേണം. ഇപ്പോൾ ഇവിടെ കണ്ടോ, അലിസ്മു മിൻ ഹൈസു അൽ ജുമൂദ് വൽ ഇഷ്തിഖാഖ് എന്നാണ്. ഈ പ്രയോഗം നിങ്ങൾ പല സ്ഥലത്തും കാണും കിതാബുകൾ വായിക്കുമ്പോൾ. ഒരു സാധനത്തെ ഇന്ന നിലക്ക് ഇന്നതൊക്കെ ആയിട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റും എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഇതേപോലെ വേറെ സെൻറ്റൻസ്, ഇപ്പോൾ അത്തുല്ലാബു ഉദാഹരണം പറയാൻ, വിദ്യാർത്ഥികളെ അവരുടെ പഠിക്കാനുള്ള ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹാർഡ് വർക്കിംഗ്, മടിയൻ എന്ന് വേർതിരിക്കാം എന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ പറയാം? അത്തുല്ലാബു മിൻ ഹൈസുൻ നശാത്തു വൽ കസലു യൻഖസിമു ഖിസ്മൈൻ. അപ്പോൾ അവിടെ മിൻ ഹൈസ് എന്ന് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മിൻ ഹൈസ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ റഫ് ആയിട്ടാണ് അൽ ജുമൂദ് വൽ ഇഷ്തിഖാഖു എന്നാണ്. മിൻ ഹൈസുൽ ജുമൂദി എന്നാണ് അധികം ആളുകളും പറയാറുള്ളത്. അറബികൾ വരെ, അറിവുള്ള ആളുകൾ വരെ പറയും മിൻ ഹൈസുൽ ജുമൂദി അല്ല, മിൻ ഹൈസ് കഴിഞ്ഞിട്ട് അൽ ജുമൂദ് വൽ ഇഷ്തിഖാഖു. അതിൻ്റെ നഹ്വ് പഠിക്കുമ്പോൾ പഠിക്കും. അത് മുബ്തദ ഖബറാണ്. മിൻ ഹൈസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അത് മുബ്തദ ഖബറിൻ്റെ ഇറാബാണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ പഠിക്കും. ഒന്ന് അൽ അവ്വലു
الاسم المشتق وهو الذي اشتق തുക്ക മിൻ ഗൈരിഹി. من غيره وهو 8 أنواع. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു മുഷ്തഖ്. ഇവിടെ മുഷ്തഖും ജാമിദും എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ മുഷ്തഖ്. മുഷ്തഖ് എന്ന് പറഞ്ഞാൽ അല്ലദി ഇഷ്തുഖ മിൻ ഗൈരിഹി, മറ്റൊന്നിൽ നിന്ന് ഉണ്ടായതാണ്. അത് ഏതൊക്കെയാണ്? 8 എണ്ണം ഉണ്ട്. ഒന്ന് ഇസ്മുൽ ഫാഇൽ, സീഗത്തുൽ മുബാലഗ, ഇസ്മുൽ മഫ്ഊൽ, അസ്സിഫത്തുൽ മുശബ്ബഹ, ഇസ്മുൽ തഫ്ളീൽ, ഇസ്മുൽ സമാൻ വൽ മക്കാൻ, ഇസ്മുൽ ആല. ഈ 8 എണ്ണമാണ് മുഷ്തഖാത്തുകൾ. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറയുന്നത്. ഇസ്മുൽ ജാമിദ് എന്ന് പറഞ്ഞാൽ വസാനി, അതും ശ്രദ്ധിച്ചോളി. അലിസ്മു എന്നാണ് വായിക്കുക. അൽ ഇസ്മു അല്ല, അലിസ്മു. അത് ഹംസത്തുൽ വസ്ലാണ്. എന്താണ് ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ ഖത്ഉം തമ്മിലുള്ള വ്യത്യാസം? അത് ഇൻഷാ അല്ലാഹ് ഈ കോമൺ ആയിട്ടുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത പാർട്ടിൽ പറയും എന്താണ് ഹംസത്തുൽ വസ്ലും ഖത്ഉം. അത് 2 കാര്യം പറഞ്ഞു. ഒന്ന് മാലം യൂഖദ് മിൻ ഗൈരിഹി, മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല, സ്വയംഭൂവായിട്ടുള്ളതാണ്. എന്നും അത് ഉള്ളതാണ്. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായിട്ട് സ്വയംഭൂവാണ്, അള്ള ഉണ്ടാക്കിയതാണ്. വേറെ കാരണങ്ങളൊന്നുമില്ല അതിൻ്റെ പിന്നിൽ. അള്ള തീരുമാനിച്ചത് ഇന്ന വാക്കിന് ഇന്ന പേര് എന്നുള്ളത്. രണ്ടാമത്തത് മാ സിവൽ മുഷ്തഖ, ഈ 8 എണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്ന് മനസ്സിലാക്കിയാൽ മതി. 2 രീതിയിൽ പറയാം ജാമിദിനെ. ഒന്നുകിൽ സ്വന്തമായിട്ടുള്ള ഇസ്മുകൾ, രണ്ടാമത്തത് ഈ 8 എണ്ണം അല്ലാത്ത ഇസ്മുകൾ. വൽ മസ്ദർ, അത് 2 തരത്തിലുണ്ട്. ഒന്ന് ഇസ്മുൽ ജിൻസ് അൽ ഹിസ്സി. ഇസ്മുൽ ജിൻസ് അൽ ഹിസ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ അസദുൻ. അസദുൻ എന്നുള്ളൊരു വർഗ്ഗത്തിൻ്റെ പേരാണ്. ഹിസ്സിയാണ്. ഹിസ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്സ് കൊണ്ട് കാണാൻ പറ്റുന്ന. ഹിസ്സ് പറഞ്ഞാൽ എന്താ? പഞ്ചേന്ദ്രിയങ്ങൾ, സെൻസ്. 5 സെൻസിനാണ് അൽ ഹവാസുൽ ഹംസ് എന്ന് പറയുന്നത്. ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഇസ്മുകൾ. രണ്ടാമത്തത് മസ്ദർ. ഇനി പറയാൻ പോകുന്നത് വിശദീകരിച്ച് മുഷ്തഖാത്ത് എന്തൊക്കെയാണ്, ജാമിദ് എന്തൊക്കെയാണ് വിശദീകരിക്കുകയാണ്. ഞാൻ വായിക്കാം, കുറച്ച് സ്പീഡാക്കട്ടെ, ഒന്ന് ശ്രദ്ധിച്ചോളാം. ഒന്ന് ഇസ്മുൽ ഫായിൽ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാവുന്നത് ഇസ്മുൽ ഫായിലാണ്. ഒന്നാമത്തേത് ഇസ്മുൽ ഫായിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താരീഫ് എന്താണ്? ഹുവ, അതെന്താണ്? ഇസ്മുൻ, അതൊരു ഇസ്മാണ്. ഉറപ്പല്ലേ? ഇസ്മുൽ ഫായിൽ, നമ്മൾ ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. യുഖദു മിനൽ ഫിഅലി, അത് ഫിഅലിൽ നിന്ന് ഉണ്ടാക്കുന്നു. ഫിഅലിൽ നിന്നാണ് ഉണ്ടാക്കുക. അത് നമ്മൾ ലി ഇത്ലാഖിഹി അലാ മൻ ഫഅലൽ ഫിഅൽ. ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കുക. ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അയച്ചുവിടുക എന്നൊക്കെയാണ് ഭാഷയിൽ അർത്ഥം. കാരണം ഈ വാക്ക് നമ്മൾ അയച്ചുവിടുന്ന അങ്ങോട്ടാണ്, പ്രവൃത്തി ചെയ്ത ആളുകളെ മേലേക്ക്, അവരെ സൂചിപ്പിക്കാൻ വേണ്ടി, അവരെ വിളിക്കാൻ വേണ്ടി ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അലാ മൻ ഫഅലൽ ഫിഅൽ, ഫിഅൽ ചെയ്തത് ആരാണോ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നഹ്വു ഏതുപോലെ? ജാലിസ്, ഇരിക്കുന്നവൻ. ജലസ എന്നായിരുന്നു ഫിഅൽ, ഇരിക്കുന്നവൻ ആണ് ജാലിസ്. അപ്പോൾ എന്താണ് ഇസ്മുൽ ഫായിൽ മനസ്സിലായല്ലോ? ഒരു പ്രവൃത്തി ചെയ്ത ആളെ പേര്, ആ ചെയ്യുന്നവൻ എന്നുള്ള പേര്, അതാണ് അതിൻ്റെ മാന, ഇസ്മുൽ ഫായിലിൻ്റെ മാന. ഇനി അതെങ്ങനെ ഉണ്ടാക്കും, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ പറഞ്ഞ 7 മുഷ്തഖാത്തുകളിലും നമ്മൾ പഠിക്കുന്ന കാര്യം ഇതാണ്. ആദ്യം അതെന്താണെന്ന് പഠിക്കും, പിന്നെ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കും. അതല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇസ്മുൽ ഫായിൽ എന്താണെന്ന് മനസ്സിലായി. ഇനി അതെങ്ങനെ ഉണ്ടാക്കണം? യുസാഗു, യുസാഗു എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു. നമ്മൾ സീഗ എന്ന് പറയില്ലേ, സീഗ എന്ന് പറഞ്ഞാൽ ഘടന. അപ്പോൾ യുസാഗു എന്ന് പറഞ്ഞാൽ ആ ഘടന ഉണ്ടാക്കിയെടുക്കുന്നു. എങ്ങനെയാണ്? മിന സുലാസി, സുലാസി ആയ ഫെയിലിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അല വസ്നി ഫായിൽ, ജസ്റ്റ് ഫായിൽ നാക്കിയാൽ മതി. അപ്പോൾ ഫെയിൽ നോക്കാം ആദ്യം. ഇപ്പോൾ ജലസൻ്റെ ആണ് വേണ്ടെങ്കിൽ ജലസ ഏതാണ്? സുലാസി അല്ലേ? അപ്പോൾ ജാലിസ്, ദഹബ, ദാഹിബ്, ഖതല, ഖാതിൽ, വേറെ കതബ, കാത്തിബ്, വേറെ വേറെ ഉദാഹരണം ലറബ, ലാരിബ്. അങ്ങനെ മിൻ ഗൈരി സുലാസി, സുലാസി അല്ലെങ്കിലോ അല സൂറത്തിൽ ഫിഅലിൽ മുദാരി, ആദ്യം മുദാരി ആക്കുക അതിനെ, സുലാസി അല്ലാത്ത ഫിഅലൊക്കെ. ഇപ്പോൾ അദ്ഖല, പ്രവേശിപ്പിച്ചു, അതിൻ്റെ ഇസ്മുൽ ഫായിൽ കിട്ടണം, പ്രവേശിപ്പിക്കുന്നവൻ. അല്ലെ വേണ്ട, കുറച്ചും കൂടി പ്രയോഗത്തിൽ വരാൻ, പ്രവേശിപ്പിക്കുന്നവൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കില്ലല്ലോ. ചിരിപ്പിക്കുന്നവർ നമ്മൾ പറയാം ആൾക്കാരെ പറ്റി, ചിരിപ്പിക്കുന്നവൻ. അപ്പോൾ അൽഹക്ക, അതിൻ്റെ ചിരിപ്പിക്കുന്നവൻ എന്നുള്ള വാക്ക് കിട്ടണം നമുക്ക് അറബിയിൽ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ലാഹിറായിട്ടുള്ള അർത്ഥത്തിൽ മാത്രം എടുക്കരുത്. ഇപ്പോൾ ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒരു തമാശക്ക് അല്ലെങ്കിൽ ഒരു കിതാബ്, ചിരിപ്പിക്കുന്ന പുസ്തകം എന്ന് പറയണം നമുക്ക്, അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന ക്ലാസ് എന്ന് പറയണം.
അതൊക്കെ ഇസ്മുൽ ഫായിൽ തന്നെയാണല്ലോ. നമ്മൾ കുറച്ച് വിശാലമായിട്ട് ചിന്തിക്കണം എന്ന് പറയാം. പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യൻ ഇങ്ങനെ വേറെ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കണം. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ചിരിപ്പിക്കുന്നൊരു ക്ലാസ്സാണെന്ന് പറയണം. അപ്പോൾ ഇസ്മുൽ ഫായിലാണ് വേണ്ടത്. ചിരി എന്നുള്ള ഇസ്മുൽ ഫായിലാണ് വേണ്ടത്. ചിരിപ്പിക്കൽ എന്നുള്ളത് ചിരിപ്പിക്കുക അൽഹക്ക. അപ്പോൾ അതിൻ്റെ ഇസ്മുൽ ഫായിൽ കിട്ടണം. ആദ്യം മുലാരിയാക്കുക. മുലാരിയാക്കിയാൽ എന്തായി? യുൽഹിക്കുമായി. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക മറന്നിട്ടുണ്ടെങ്കിൽ. ആദ്യം ഫിഅൽ മുലാരിയാക്കുക. മഅ ഖൽബി, ഒരു കൽബ് വേണം, ഒരു മാറ്റം വരുത്തലുണ്ട്. എവിടെയാണ് മാറ്റം വരുത്തൽ? ഹർഫിൽ മുലാറ. ഹർഫിൽ മുലാറ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരം യു എന്നുള്ള യുൽഹിക്കുൻ്റെ യു, അതിന് മാറ്റണം മീമൻ മദ്മൂമത്തൻ, മു എന്നാക്കണം. അപ്പോൾ യുൽഹിക്കുവിനെ ആ യു മാറ്റിയിട്ട് മു വച്ചു കൊടുക്കണം. വക്കസ്രിമ ഖബ്ലൽ ആഖിർ, സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ. ഖബ്ലൽ ആഖിർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് കസറും കൊടുക്കണം. അവിടെ ഓൾറെഡി കസറാണ്. യുൽഹിക്കു എന്നുള്ളത് തന്നെ ഹായിന് കസറല്ലേ. അപ്പോൾ മുൽഹിക്കുൻ കഴിഞ്ഞു. കിതാബുൻ മുൽഹിക്കുൻ, ചിരിപ്പിക്കുന്ന പുസ്തകം. ദർസുൻ മുൽഹിക്കുൻ, കലാമുൻ മുൽഹിക്, ചിരിപ്പിക്കുന്ന സംസാരം. അങ്ങനെ ഒരു വിമർശനമായിട്ട് നമുക്ക് പറയാം, അവൻ്റെ സംസാരം ബാത്തിലാണെന്നുള്ളതിന് കലാമുഹു മുൽഹിക്, ചിരിപ്പിക്കുന്ന സംസാരം. അപ്പോൾ കണ്ടോ, നമുക്ക് ആവശ്യം നമ്മളിത് സർഫിലൂടെ നടപ്പിലാക്കി, നമ്മുടെ മനസ്സിലുള്ള ആവശ്യം. അപ്പോൾ ഇനി വേറെ ഉദാഹരണം, ദഹ്റജ. ദഹ്റജിൻ്റെ അർത്ഥം എന്താണ്? ഉരുട്ടി. അതിൻ്റെ ഇസ്മുൽ ഫായിൽ കിട്ടണം, ഉരുട്ടുന്നവൻ എന്ന് കിട്ടണം. എങ്ങനെ കിട്ടാ? മുദഹ്രിജുൻ. ഓക്കെ. അല്ലമ മുഅല്ലിമുൻ. മാഷാ അല്ലാഹ് ബാറക. അത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് സീഗത്തുൽ മുബാലഗ. സീഗത്തുൽ മുബാലഗ എന്താണ്? സീഗത്തുൽ മുബാലഗ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യുഖദു മിനൽ ഫിഅലി, ഫിഅലിൽ നിന്ന് അത് ഉണ്ടാക്കുന്നു. ലി ഇത്ലാഖിഹി, അത് പ്രയോഗിക്കാൻ വേണ്ടി. അല, ആരെ മേൽ പ്രയോഗിക്കാനാണ്? മൻ ഫഅലഹു ബികസ്റ. ഫഅലഹുവിൻ്റെ ഹു അങ്ങോട്ടാണ് പോകുന്നത്? ആ ഫിഅലിലേക്കാണ്. ആ ഫിഅൽ ചെയ്ത ഒരാൾ, ബികസ്റ ധാരാളമായി ചെയ്ത ഒരാൾ. ഒരു ഫിഅൽ ധാരാളമായി ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഒരു വാക്ക് നമുക്ക് ഉണ്ടാക്കണം, ഒരു ഇസ്മിനെ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് പിന്നെ കദബ, കളവ് പറഞ്ഞു. അപ്പോൾ ധാരാളമായി കളവ് പറയുന്നവനാണ്. നമുക്ക് ഒരാളെക്കുറിച്ച് പെരുങ്കള്ളൻ എന്ന് അറബിയിൽ പറയണം. അറബിയായ ഒരാളോട് സംസാരിക്കുകയാണ് മറ്റൊരാളെക്കുറിച്ച്, അവൻ പെരുങ്കള്ളനാണെന്ന് പറയണം. നമുക്ക് ആകെ അറിയാം കദബ എന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് പെരുങ്കള്ളൻ എന്നുള്ള വാക്ക് ഉണ്ടാക്കണം. നമുക്ക് ഇസ്മുൽ ഫായിൽ നമ്മൾ പഠിച്ചു. ഇസ്മുൽ ഫായിൽ എന്താണ്? കദബ കാദിബൻ. അത് പോരാ, അവന് അത് പറഞ്ഞാൽ പോരാ, അതിന് വലിയ ആളാണ്. കദാബ് നമുക്കറിയാം, പക്ഷെ അതെങ്ങനെ ഉണ്ടായി? അതുണ്ടായ രീതിയാണ് ഇതിൽ പറയുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്നത്? ലഹ ഹംസു സിയഗിൻ ഖിയാസിയ, അതിന് 5 സീഗകളുണ്ട്. 5 രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിലായിരിക്കും. ഖിയാസിയ എന്ന് പറഞ്ഞാൽ എന്താ? ഖിയാസിയ എന്ന് പറഞ്ഞാൽ യുക്തിപരമായി നമുക്ക് ആലോചിച്ച് ഉണ്ടാക്കാവുന്ന ഒരു വസന് കിട്ടിയാൽ അതിലേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ 5 വഴികളുണ്ട്. എന്താ ഖിയാസിൻ്റെ ഓപ്പോസിറ്റ്? സമായി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുകളൊന്നുമില്ല, അറബിയിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതേപോലെ വിശ്വസിക്കുക. അങ്ങനെയുള്ള സീഗത്തുൽ മുബാലഗകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് 5 സ്റ്റെപ്പുകളാണ്, അല്ലെങ്കിൽ 5 രീതിയിലാണ്. ഏതെങ്കിലും ഒരു രീതിയിലേക്ക് മാറ്റാം. ഒന്ന് ഫആലുൻ, അതാണ് പറഞ്ഞത് കദ്ദാബുൻ. ഒന്നുകിൽ ഫആലുൻ എന്നാക്കുക, കദ്ദാബുൻ കിട്ടി. നഹ്വു, ഉദാഹരണത്തിന് ഹമ്മാസിൻ, അല്ലേ? ഹമ്മാസിൻ മശാഇൻ ബിനമീം. ഹമ്മാസിൻ എന്താ? പരിഹസിക്കുന്നു, കുത്തുവാക്ക് പറയുന്നവൻ. അപ്പോൾ അതിൻ്റെ ഇസ്മുൽ ഫായിൽ സീഗത്തുൽ മുബാലഗയാണ് ഹമ്മാസു എന്നുള്ളത്. ഹമസ എന്ന് പറഞ്ഞാൽ കുത്തുവാക്ക് പറഞ്ഞു. ആ ഹമസ എന്നുള്ള ഫിഅൽ ധാരാളമായി ചെയ്യുന്നവനാണ് ഹമ്മാസ്. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ഫഅലനെ ഫആൽ എന്നാക്കുക. രണ്ടാമത്തേത് മിഫ്ആൽ. മിഫ്ആൽ എന്നുള്ള രൂപത്തിലേക്ക് ആക്കുക. ഉദാഹരണം ഇവിടെ കൊടുത്ത് ഖുർആനിലെ ഉദാഹരണം നോക്കാം, അല്ലേ? അതല്ലേ നല്ലത്. യുർസിലി സമാ അലൈക്കും മിദ്റാറ. മിദ്റാർ എന്നാണ്. ദർറ എന്ന് പറഞ്ഞാൽ അങ്ങനെ കോരി ചൊരിഞ്ഞു കൊടുത്തു എന്നാണ് ദർറ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ധാരാളമായി കോരി ചൊരിയുന്നത് പറഞ്ഞാൽ മിദ്റാർ. ഇവിടെ മിൻഹാർ. മിൻഹാർ എന്ന് പറഞ്ഞാൽ എന്താ? നഹറ എന്നാണ് അർത്തു, കഴുത്തർത്തു. ധാരാളമായി അറിവ് നടത്തുന്നവൻ, അറക്കുന്നവൻ, മിൻഹാർ. അപ്പോൾ ഒരു സംശയം, നമ്മുടെ മുമ്പിലുള്ള ഫെയിൽ ഇപ്പോൾ കദബ, കദബനെ കദ്ദാബ് ആക്കണോ അതോ മിക്ദാബ് ആക്കണോ? അല്ല, 2 രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ തീരുമാനിക്കും? അത് പിന്നെ അതിന് പ്രത്യേകിച്ച് മാർഗങ്ങളുണ്ട്, പക്ഷെ അത് കുറച്ച് വിശാലമായിട്ട് പോകും. ഉദാഹരണങ്ങൾ പഠിച്ചാൽ മതി. കദബ എന്നുള്ളത് കദ്ദാബാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. നഹറ മിൻഹാറാണ്. അങ്ങനെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഇപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മിഫ്ആൽ എന്നുള്ളൊരു വാക്ക് മുബാലഗത്തിന് വേണ്ടി ഉപയോഗിച്ചത് കാണുമ്പോൾ ഇത്
ഈ രണ്ടാമത്തെ രീതിയിലാണ് ആക്കുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലാണ്ട് ഏതൊക്കെ ഫെയിലാണ് ഫഅലാക്കുക ഏതൊക്കെയാണ് മിഫാലാക്കുക എന്ന് പഠിക്കൽ അത് നീണ്ടുപോകും. വിശദാംശങ്ങൾ കുറേ ഉണ്ട് അതിൽ. മൂന്നാമത്തത് ഫഊലുൻ. ഏത്? നിസിയാനോ? അവിടെ മീമില്ലല്ലോ, മീമ് സായിദല്ലേ. മൂന്നാമത്തത് വസ്ന് ഫഊലുൻ ഷക്കൂർ. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. വുദ് എന്ന് പറഞ്ഞ സ്നേഹം, അതിൻ്റെ മുബാലകയാണ് വദൂദ്, ധാരാളമായി സ്നേഹിക്കുന്നവൻ. സുബ്ഹാനല്ലാഹ്, ഈ സൂറത്ത് ബുറൂജിലല്ലേ ഇന്നല്ലദീന ഫത്തനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൻ ഇന്ന ബത്ശ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദി വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ്. മുസ്ലിമീങ്ങളെ കുഴിയിൽ തീ കത്തിച്ചിട്ട് അതിലിട്ട് കൊന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് സൂറത്തിൽ. അവസാനം അള്ളാഹിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ ഇന്ന റബ്ബക ഏതാണായത്ത്? ഇന്ന ബത്ശ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദി വഹുവൽ ഗഫൂറുൽ വദൂദ്. ധാരാളമായി സ്നേഹിക്കുന്നവൻ. അതായത് ഈ തെറ്റൊക്കെ ചെയ്ത കാഫിര്യങ്ങൾ തൗബ ചെയ്താൽ അത് അള്ളാഹു അവരെ സ്നേഹിക്കും. ഷക്കൂർ. വേറെ ഉദാഹരണം ആലോചിച്ച് നോക്ക്. ഇതിന് ഏറ്റവും നല്ല മാർഗ്ഗം ഓർത്തു വെക്കാൻ ഏതൊക്കെ ഫെയില് ഈ 5 ഏതിലൊക്കെ ചേർക്കണമെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ഇരുന്നിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ മുദാക്കറ, നിങ്ങൾ കൂടി ഇരുന്നിട്ട് ഖുർആനിലോ ഹദീസിലോ നമ്മൾ കേട്ട വാക്കുകൾ ഏതിലൊക്കെയാണെന്ന് ചർച്ച ചെയ്യുക. അതേ ഉള്ളൂ. ആലോചിച്ച് നോക്ക് ഉദാഹരണങ്ങൾ. കദൂബുണ്ട്. ചിലതിന് 2 രൂപങ്ങളുണ്ടാവും. കദൂബുണ്ട്. സ്വദഖക വഹുവ കദൂബ്, ശൈത്താനെ കുറിച്ച് പറഞ്ഞത്. കഫൂർ. ഇന്നൽ ഇൻസാന ദലൂമുൻ ആണ്. ദലൂമുൻ കഫാർ. കഫൂറുണ്ട്. കഫൂർ ആയത്ത് കിട്ടുന്നില്ല. ദലൂമൻ എന്ന് വന്നിട്ടുണ്ട്. ലാലിമിൻ്റെ മുബാലകയാണ് ദലൂം, ധാരാളമായി അക്രമം ചെയ്യുന്നവൻ. ഇന്നഹു കാന ദലൂമൻ ജഹൂല, മനുഷ്യൻ്റെ പ്രത്യേകത. അങ്ങേയറ്റത്തെ അക്രമിയും ജാഹിലിൻ്റെ മുബാലകത്താണ് ജഹൂൽ. അടുത്തത് ഫഈലുൻ റജുലുൻ അലീം, ധാരാളം അറിവുള്ളവൻ. വേറെ ഉദാഹരണം തസവ്വജു, മുമ്പത്തെ ഉദാഹരണമാണ്. അൽ വദൂദ അൽ വലൂദ്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതാണ്. ഹദീസിൽ വന്നിട്ടുള്ള സംഗതിയാണ്. യഊസുൻ ഖനൂത്ത്. എന്താ അർത്ഥം? യഇസ എന്ന് പറഞ്ഞ നിരാശനായി, അതിൻ്റെ മുബാലകയാണ് യഊസ്, അങ്ങേയറ്റ നിരാശനായി. ഖനൂത്ത്, അങ്ങേയറ്റത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, കനത്ത. അടുത്തത് ഫഇലുൻ ഹദിറുൻ. ഫഇലുൻ എന്ന് പറഞ്ഞാൽ ആ സിഗയിൽപ്പെട്ടതാണ് ഹദിറുൻ. ഹദിർ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സൂക്ഷിക്കുന്നവൻ. ഹദിറ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു. ഹദർ സൂക്ഷിക്കുക. നന്നായി സൂക്ഷിക്കുന്ന ആൾക്കാണ് ഹദിർ. റജുലുൻ ഹദിർ, അവൻ എപ്പോഴും വളരെ വിജിലൻ്റ് ആയിട്ടുള്ള, സൂക്ഷിച്ച് നടക്കുന്ന ആളാണ്. അപ്പോൾ ഈ 5 രൂപത്തിൽ ആവാം മുബാലക. സിമ്പിളല്ലേ? അടുത്തത് ഇസ്മുൽ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊൽ എന്താണ്? ഇസ്മുൽ ഫായിലിൻ്റെ അപ്പുറത്തുള്ള ആളാണ് ഇസ്മുൽ മഫ്ഊൽ. ഇസ്മുൽ ഫായിൽ എന്താണ്? ഒരു പ്രവൃത്തി ചെയ്തയാൾ, ചെയ്യപ്പെട്ട ആളാണ് ഇസ്മുൽ മഫ്ഊൽ. പക്ഷേ ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കാൻ കുറച്ച് ശ്രദ്ധിക്കണം. അർത്ഥം എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്മുൽ മഫ്ഊൽ എന്താണ്? ലറബൻ്റെ ഇസ്മുൽ ഫായിൽ ലാരിബാണെങ്കിൽ അടികിട്ടിയവൻ മദ്റൂബ്. അത് ഉണ്ടാക്കൽ എങ്ങനെയാണ് ശരിക്കും ശ്രദ്ധിക്കും. യുസാഗു മിന സുലാസി. സുലാസി എന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അലാ വസ്നി മഫ്ഊൽ. മഫ്ഊൽ എന്നാക്കിയാൽ മതി. കതബ മക്തൂബ്, ലറബ മദ്റൂബ്, അങ്ങനെ. നഹ്വു കുസിറ മക്സൂർ. അതുപോലെ അവിടെ ശ്രദ്ധിക്കണം. ലറബ മദ്റൂബ് ഞാൻ പറഞ്ഞത് തെറ്റാണ്. കാരണം ലുരിബയാണ് മദ്റൂബ് അല്ലേ? അടി കിട്ടിയ ആളെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ലുരിബ മദ്റൂബ്. അതുപോലെ കുസിറ മക്സൂർ, കുത്തിബ മക്തൂബ്, അങ്ങനെ. എന്നാൽ സുലാസി അല്ലെങ്കിലോ? വമിൻ ഗൈരി സുലാസി. സുലാസി അല്ലാത്ത ഫേലുകൾ അലാ സൂറത്തിൽ മുലാര, നേരത്തെ പറഞ്ഞ മാതിരി മുലാര ആക്കുക. മഅഖൽ ബിഹർഫിൽ മുലാറഅതി മീമൻ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? ഇവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ 7 മുസ്തഖാത്തുകളും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറയും. ഇതൊന്നും ഹിഫ്ലാക്കി എപ്പോഴും ഓർത്ത് വെക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ അത് ഓർക്കാനുള്ള മാർഗ്ഗം എന്താണ്? ഇപ്പം ശരിക്കും ശ്രദ്ധിക്കുക, അത് മാത്രം മതി. പിന്നീട് എന്തെങ്കിലും അറബി വായിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും സംശയം തോന്നിയാൽ അത് ഇന്ന ദർസിൽ നോക്കിയാൽ കിട്ടുമല്ലോ. ഇത്രയും മനസ്സിലാക്കിയാൽ തന്നെ നമ്മളെ വർക്കിംഗ് നോളജായി സർഫിൻ്റെ. അതുകൊണ്ട് ഇപ്പം ശ്രദ്ധിക്കാം. മുലാരി ആക്കിയിട്ട് മഅഖൽ ബിഹർഫിൽ മുലാറഅതി മീമൻ മദ്മൂമ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മൂ എന്നാക്കുക. ഫസ്റ്റത്തെ ആ മുലാറത്തിൻ്റെ ഹർഫ് യാ മാറ്റിയിട്ട് മൂ എന്നാക്കുക. വഫത്ഹി മാ ഖബലൽ ആഖിർ. സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ നേരത്തെ കസ്റായി നമ്മൾ പറഞ്ഞത് ഇസ്മുൽ ഫാലിൻ്റെ, ഇവിടെ അത് ഫത്ഹാക്കി മാറ്റുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ദഹ്റജ പറഞ്ഞു. ദഹ്റജൻ്റെ ഇസ്മുൽ ഫായിൽ എന്തായിരുന്നു? മുദഹ്രിജുൻ. അതിന് പകരം ഇവിടെ എന്താവും? മുദഹ്റജുൻ. ദുഹ്രിജ, ഉരുട്ടപ്പെട്ടു. ആ ഉരുട്ടപ്പെട്ട ചക്രത്തിന് എന്താ പറയുക? മുദഹ്റജുൻ. അൽ അജലത്തു അൽ മുദഹ്റജത്തു, ഉരുട്ടപ്പെട്ട ചക്രം.
അൽ ഖുറത്തു അൽ മുദഹറജത്തു. അതുപോലെ അക്രമ എന്ന് പറഞ്ഞാൽ ആദരിച്ചു മറ്റൊരാളെ. ആദരിക്കപ്പെട്ടവൻ എങ്ങനെ പറയാം? മുഖ് റമുൻ. ഫസ്റ്റ് മൂ കൊടുക്കുക, ഒന്നും നോക്കണം, ആദ്യം ഒരു 3 കൊടുക്കുക, പിന്നെ സെക്കൻഡ് ക്ലാസ് ആയിട്ടൊരു ഫത്തുവും കൊടുക്കുക. മുക്രമുൻ. അത്രേ ഉള്ളൂ. സുലാസി അല്ലാത്തതിനെല്ലാം അത്രേ ഉള്ളൂ. മുർസലുൻ, മുഹമ്മദുൻ. വേറെ ഉദാഹരണം ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ കിട്ടും. ഏതാണെങ്കിലും ഇപ്പോൾ അദ്ഹക, മുൽഹക്കുൻ, ചിരിപ്പിക്കപ്പെട്ടവൻ. മുഅല്ലമുൻ, മുഅല്ലമുൻ മജ്നൂൻ. ഖുർആനിൽ വന്നല്ലേ സൂറത്ത് ദുഖാനിൽ. എന്താണ് നബിനെ കുറിച്ച് പറയാൻ? മുഅല്ലമുൻ, പഠിപ്പിക്കപ്പെട്ടവനാണ്. അഥവാ വേറെ ആരോ ഏതോ മനുഷ്യൻ എന്തോ പഠിപ്പിച്ച് വിട്ടതാണ്. നഊദുബില്ല. മുദ്ഖലുൻ. ശരി, അടുത്തത്. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? സൽസല, അതിൻ്റെ എന്തായിരിക്കും? മുസൽസലുൻ. മുസൽസലുൻ, വിറക്കപ്പെട്ടവൻ, വിറക്കപ്പെട്ട വസ്തു, വിറപ്പിക്കപ്പെട്ട വസ്തു. ഏതാണെങ്കിലും സുലാസി അല്ലാത്ത എല്ലാം ഫസ്റ്റ് ഒരു 3 കൊടുക്കുക, സെക്കൻഡ് ക്ലാസ് ആയിട്ട് ഫത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അടുത്തത് സിഫത്തുൻ മുഷബ്ബഹ. ഈ സിഫത്തുൻ മുഷബ്ബഹ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയാം. സിഫത്തുൻ മുഷബ്ബഹ എന്താണ്? ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യുഖദു മിനൽ ഫിഅലി, ഫിഅലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ലി ഇത്ലാഖിഹി, പ്രയോഗിക്കാൻ വേണ്ടി. ആരെ മേൽ പ്രയോഗിക്കാൻ? അലാ മൻ ഫഅലഹു, ആ ഫിഅൽ ചെയ്ത ഒരാളുടെ മേൽ. അലാ ജിഹത്തി സുബൂത്ത്. കണ്ടോ, ഇസ്മുൽ ഫായിലിനെ കുറിച്ച് പറഞ്ഞ അതേ താരിഫാണ് പറഞ്ഞത്, പക്ഷേ ഒരു വാക്ക് കൂടി, അലാ ജിഹത്തി സുബൂത്ത്. ഇസ്മുൽ ഫായിലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇസ്മുൻ യുഖദു മിനൽ ഫിഅലി ലി ഇത്ലാഖിഹി അലാ മൻ ഫഅലഹു. അതായത് ഇസ്മുൽ ഫായിലിൻ്റെ താരിഫ്. ആ ഫിഅൽ ചെയ്ത ആൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഅലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇസ്മ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? അലാ ജിഹത്തി സുബൂത്ത് എന്ന് കൂടി. അഥവാ ആ ഫെയിൽ എപ്പോഴെങ്കിലും ചെയ്ത ഒരാളല്ല, സ്ഥിരമായിട്ടുള്ള ആൾ. അപ്പോൾ മുബാലകയോ? മുബാലക പറഞ്ഞത് ബിക്കസ്ര എന്ന് പറഞ്ഞത് ധാരാളമായിട്ട്. ഇത് ധാരാളമല്ല, ഇത് സ്ഥിരമാണ്. സുബൂത്ത് എന്ന് പറഞ്ഞാൽ എന്നും ആ ഫെയിൽ ചെയ്യുന്നവനാണ്. ദവാം അങ്ങനെ പറയാം. ഏതുപോലെ നഹ്വു അള്ളാഹു അളീമുൻ. അപ്പോൾ അള്ളാഹു അളീമാണ്. അളുമ എന്ന് പറഞ്ഞാൽ വലുതായി. അപ്പോൾ എന്നും വലുതായിട്ടുള്ളവനാണ് അളീം എന്ന് പറയുന്നത്. അതും മുബാലക തമ്മിൽ എന്താ വ്യത്യാസം? മുബാലക എന്ന് പറഞ്ഞാൽ കുറേ വലുതായി, പക്ഷേ എപ്പോഴും എന്ന് പറയാൻ കഴിയില്ല. അതാണ് സിഫത്തുൽ മുഷബ്ബഹയും ഇസ്മുൽ ഫായിൽ തമ്മിൽ വ്യത്യാസം. ഇത്രയും മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ഈ വാക്കും കൂടി വ്യക്തമായി. സിഫത്തുൽ മുഷബ്ബഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ ശരിക്ക്? സിഫ എന്ന് പറഞ്ഞാൽ വിശേഷണം, മുഷബ്ബഹ എന്ന് പറഞ്ഞാലോ സാദൃശ്യമുള്ള. എന്തിനോട് സാദൃശ്യമുള്ള? അസിഫത്തുൽ മുഷബ്ബഹതു ബിസ്മിൽ ഫായിൽ. ഇസ്മുൽ ഫായിലുമായിട്ടൊരു തശബ്ബുഹ് ഉണ്ട് ഇതിന്. ഇസ്മുൽ ഫാലിൻ്റെ പോലെയാണ്, കാരണം താരിഫ് ഇസ്മുൽ ഫാലിൻ്റെ അതേ താരിഫല്ലേ. എന്നാലത് സിഫത്താണാനോ? സംഗതി സിഫത്താണ്. അദീം എന്ന് പറഞ്ഞാൽ സിഫത്തല്ലേ? റജുലുൻ അദീം എന്നാലൊരു സിഫത്താണ്. പക്ഷേ അതിന് ഇസ്മുൽ ഫായിലുമായിട്ട് ഒരു ബന്ധമുണ്ട്, ഒരു സാദൃശ്യമുണ്ട്. തുസാഖു ബിത്തിറാദിൻ മിൻ ഫിഅലൈൻ. 2 തരം ഫിഅലുകൾ, അതിൽ നിന്ന് എപ്പോഴും സിഫത്തുൽ മുഷബ്ബഹ ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? എല്ലാ ഫിഅലിൽ നിന്നും സിഫത്തുൽ മുഷബ്ബഹ കിട്ടൂല, എന്നാൽ 2 ഫീലുകളിൽ നിന്ന് എപ്പോഴും കിട്ടും. അത് ഏതൊക്കെയാണ്? ഒന്ന് ഫഉല. ഫഉല എന്നുള്ള ഫീലുകൾ എപ്പോഴും അതിൽ നിന്ന് സിഫത്ത് മുഷബ്ബഹ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് കറുമ, മാന്യനായി. മാന്യൻ എന്നുള്ളത് കരീമുൻ. ഷറുഫ, ഷരീഫുൻ. തൊഹൂറ, തൊഹൂറിൻ്റെ സിഫത്ത് മുഷബ്ബഹ തൊഹൂറുനായിരിക്കണം. തൊഹൂറുൻ. കബുറ, കബീറുൻ. അങ്ങനെ. ഫഇല അൽ ലാസിം. ഫഇല വസ്നിലുള്ള ലാസിമായ ഫേലുകളാണെങ്കിൽ അതിന്നും ഉണ്ടാക്കാൻ പറ്റും എപ്പോഴും. ഏതാ ലാസിമായിട്ടുള്ളത്? ഗരിക്ക, വെള്ളത്തിൽ മുങ്ങി. ഗരിക്ക അത് ലാസിമല്ലേ? അപ്പോൾ ലാസിം മുത്തഅദ്ദി എന്താണെന്നുള്ളത് ഓർമ്മ വേണം. ലാസിം മുത്തഅദ്ദി എന്താ? മഫ്ഊൽ ബിഹി ഇല്ലാത്തതാണ് ലാസിം. വെള്ളത്തിൽ മുങ്ങി എന്നുള്ളതിന് മഫ്ഊൽ ബിഹി ഉണ്ടോ? ഗരിക്ക സെയ്ദുൻ, സെയ്ദ് വെള്ളത്തിൽ മുങ്ങി. മഫ്ഊൽ ബിഹി എന്താ? ഒന്നുമില്ല. അപ്പോൾ ലാസിമായ ഫേലാന്ന് മനസ്സിലാക്കാം. ലാസിമും മുത്തഅദ്ദിയും തിരിച്ചറിയാൻ എന്താണ്? ഹാ വെച്ചെടുക്കുക. ഫേലിൻ്റെ കൂടെ ഹാ വെക്കാൻ പറ്റുമെങ്കിൽ അത് മുത്തഅദ്ദിയാണ്. ഗരിക്കഹു എന്ന് പറയാൻ പറ്റുമോ? അവനെ മുങ്ങി, ഇല്ലല്ലോ. അവനെ മുക്കി എന്ന് പറയാം. അഗറക്കഹു അല്ലെങ്കിൽ ഗറക്കഹു അത് പറയാം. പക്ഷേ ഗരിക്കഹു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ലാസിമാണ്. ഫഇല വസ്നിലുള്ള ലാസിമായ ഫേലുകളൊക്കെ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സിഫത്തുൽ മുഷബ്ബഹ ഉണ്ടാക്കാൻ പറ്റും. ഗരിക്ക, മുങ്ങി. മുങ്ങി മരിച്ചവൻ എന്താ പറയുക? ഗരീഖ്, ഗരീഖ് എന്നാണ് പറയാം. വലഹ അബ്നിയത്തുൻ കസീറ. നമ്മൾ മുബാലകക്ക് വസ്നുകൾ പറഞ്ഞു. ഫആലുൻ, മിഫ്ആലുൻ എന്നൊക്കെ പറഞ്ഞല്ലോ, 5 എണ്ണം. അതുപോലെ സിഫത്തുൽ മുഷബ്ബഹക്കും പല വസ്നുകളുണ്ട്. ഈ ഫഈൽ മാത്രമല്ല, നമ്മളിപ്പോൾ കണ്ടതൊക്കെ ഫഈലാണ്. അദീമുൻ, കരീമുൻ, ഷരീഫുൻ, ഇതൊക്കെ ഫഈൽ വസ്നാണ്. പക്ഷേ അതിന് എത്ര വസ്നുണ്ട്? കുറേ ഉണ്ട്. ഒന്ന് അഫ്അൽ, അഹ്മർ. ഹമിറ എന്ന് പറഞ്ഞാൽ ചുവപ്പായി, ഒരു സാധനം ചുവപ്പ് കളറായി എന്നുള്ളതിന് ഹമിറ എന്നാ പറയുക. ഹമിറത്ത് അൽ വർദത്തു,
റോസാപ്പൂവ് ചുവപ്പായി മാറി. പക്ഷെ ചുവപ്പ് കളറുള്ള വസ്തു എങ്ങനെ പറയാം? അഹ്മർ. അതിൻ്റെ മുഅന്നസ് ഹംറ എന്ന് പറയും. അപ്പോൾ സിഫത്തുൽ മുശബ്ബഹിൻ്റെ ഒരു വസ്നാണ് സമിഅ. സമീഉൻ. സമിഅ എന്നുള്ളത് മുതഅദ്ദിയാണ്. ഫഇല ലാസിമാണെങ്കിൽ എന്തായാലും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. മുതഅദ്ദിയാണ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സിഫത്തുൽ മുശബ്ബഹിൻ്റെ വസ്നുകൾ പറയണം നമ്മൾ. ഒന്ന് അഫ്അൽ, അഹ്മർ അല്ലേ? ഒരു സാധനത്തെ പറ്റി റജുലുൻ അബിയൽ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ എപ്പോഴും വെള്ള തന്നെയല്ലേ? വെള്ള നിറമായി, എന്നും വെള്ള നിറമാണല്ലോ. അസ്വദ്, കറുപ്പ്. രണ്ടാമത്തെ വസ്ന് ഫഅലാൻ. ഫഅലാൻ എന്നുള്ളതിൻ്റെ ഉദാഹരണം ഷബ്ആൻ, നിറഞ്ഞു നിൽക്കുന്ന വയറ് നിറഞ്ഞു. അപ്പോൾ വയറ് നിറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വിശക്കുള്ളൂ വെച്ചാൽ അതല്ല ഇവിടെ പറയുന്നത്. അവൻ എന്താ പറയുക, ആ ഷബ്ആൻ എന്ന് പറയാവുന്ന സമയത്തൊക്കെ ഷബ്ആൻ തന്നെയാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നില്ല. ജൗആൻ, ആ വിശപ്പ് മാറുന്നത് വരെ അവന് വിശപ്പുള്ളവൻ തന്നെയാണ്. മറിച്ച് ഇപ്പോൾ കദ്ദാബ് എന്ന് പറഞ്ഞാലോ, കദ്ദാബ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വേണമെങ്കിൽ ഒരു സത്യം പറയാം, കളവും പറയാം, സംഭവിക്കാം. ഇത് ഈ ജൗആൻ ആയിരിക്കുന്നിടത്തോളം കാലം പിന്നെ അതിൻ്റെ ഇടയിൽ വിശപ്പില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അടുത്തത് ഫഈലുൻ. ഈ ഫഅലാൻ്റെ മുഅന്നസ് ഫഅല എന്നാണ്. ഫഅല കണ്ടോ? ഷബ്ആൻ വയറ് നിറഞ്ഞവൻ, അതിൻ്റെ മുഅന്നസ് എന്താ? ഷബ്ആ. ഷബ്ആ. ജൗആൻ മുഅന്നസ് ജൗആ. അടുത്ത വസ്ന് ഫഈലുൻ, നഹ്വു കരീം, നമ്മൾ കണ്ട പോലെ. ആറാമത്തത് ഫഇലുൻ, ഫരിഹുൻ, സന്തോഷമുള്ളവൻ. ഇന്നഹു ലഫരിഹുൻ ഫഖൂർ, ഭയങ്കര സന്തോഷിച്ച് പിന്നെ അഹങ്കാരിയായി നടക്കുകയാണ് മനുഷ്യൻ. ഹദിറുൻ, ഫർഹാനും പറയാം. ഫർഹാൻ ഫഅലാൻ, ഷബ്ആൻ പോലെ ഫർഹാനും പറയാം, ഫരിഹും പറയാം. ഫഅലുൻ നഹ്വു ഹസൻ, വജ്ഹുൻ ഹസൻ, ഭംഗിയുള്ള മുഖം, അതെപ്പോഴും ഭംഗിയുള്ളതാണ്. ഫഅലുൻ സഹ്ലുൻ, ലുഗത്തുൻ സഹലത്തുൻ, എളുപ്പമുള്ള ഭാഷ, അതെന്നും ആ ഭാഷ എളുപ്പമുള്ളതാണ് അല്ലേ? എന്നാൽ അതൊരു ഇസ്മുൽ ഫായിൽ പോലെയാണ്. എളുപ്പമുള്ളവനാവുക എന്ന് പറയുന്നൊരു പ്രവൃത്തി ചെയ്തവനായ ഭാഷയാണ് ശരിക്ക്. ഹസനുൻ, വജുഹുൻ ഹസൻ എന്ന് പറഞ്ഞാൽ ഹസുനൽ വജുഹു, ആ മുഖം ഭംഗിയുള്ളതായി. ആ ഭംഗിയുള്ളതായി എന്നുള്ള ഫയൽ അവിടെ അതിൻ്റെ ഇസ്മുൽ ഫായിലാണ് ഇവൻ്റെ മുഖം എന്ന് പറയുന്നത്, വജുഹുൻ ഹസൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു നിലക്ക് നോക്കിയാൽ ഇസ്മുൽ ഫായിലാണ്, എന്നാലൊരു സിഫത്തുമാണ്, സിഫത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫൈഇലുൻ എന്നുള്ള വസ്നുണ്ട്, അതിൽപ്പെട്ടതാണ് സയ്യിദുൻ. സാദ എന്ന് പറഞ്ഞാൽ നേതാവായി, അതിൻ്റെ ഇസ്മുൽ ഫായിലാണ്, ഫഈൽ വസ്നാണ് സയ്യിദുൻ. ഫഈലല്ല, ഫൈഇൽ, സയ്യിദുൻ, നേതാവായിട്ടുള്ളവൻ. അപ്പോൾ എത്രയാണ്? ഏതാണ് പറഞ്ഞത്? സിഫത്തുൽ മുശബ്ബഹ്. അടുത്തത് അഞ്ചാമത്തത് ഇസ്മു തഫ്ളീൽ. ഇസ്മു തഫ്ളീൽ എന്ന് പറഞ്ഞാൽ എന്താ? തഫ്ളീൽ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ, ഒന്നിന് മറ്റൊന്നിനേക്കാൾ ഫضലുണ്ട് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് ഇസ്മു തഫ്ളീൽ എന്ന് പറയാം. നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പറയുന്ന സംഗതി. ഹുവ, അതെന്താണ്? ഇസ്മുൻ അല വസ്നി അഫ്അല. അഫ്അല എന്ന വസ്നിലുള്ള ഇസ്മുകളാണ്. യദുല്ലു അല, അതെന്ത് സൂചിപ്പിക്കുന്നു? അന്ന ഷൈഅൈനി, രണ്ട് വസ്തുക്കൾ, ഇഷ്തറക്കാ ഫി സിഫത്തിൻ, ഒരു കാര്യത്തിൽ അവർ രണ്ടുപേരും പങ്കുചേർന്നിരിക്കുന്നു. വസാദ അഹദുഹുമ ഫിഹ, പക്ഷെ അതിൽ ഒരാൾക്ക് ആ കാര്യം മറ്റേയാളേക്കാൾ കൂടുതലാണ്. രണ്ടുപേര് കള്ളന്മാരാണ്, ഒരുത്തൻ കള്ളത്തരം കൂടുതലാണ്. അപ്പോൾ പറയും സയ്യിദുൻ അക്ദബു മിൻ അംറിൻ, സയ്യിദ്, രണ്ടുപേരും കളവ് എന്നതിൽ പങ്കുചേർന്നിരിക്കുന്നു, പക്ഷെ അതിലൊരാൾക്ക് ആ സിഫത്ത് കൂടുതലാണ്. അതാണ് അഫ്ളൽ, തഫ്ളീൽ, ഇസ്മു തഫ്ളീൽ, അഫ്അൽ എന്നുള്ള രൂപത്തിലാണ് പറയാം. ഇനി അതുണ്ടാകുന്ന രീതി പറയണം, എങ്ങനെ ഉണ്ടാവുക. അപ്പോൾ എന്താ സംഗതി മനസ്സിലായി? ഇസ്മു തഫ്ളീൽ അതെങ്ങനെയാണ് ഉണ്ടാവുക? ഇസ്മു തഫ്ളീൽ എന്ന് പറഞ്ഞാൽ സയ്യിദുൻ അക്ദബു എന്ന് പറഞ്ഞാൽ, ഈ അക്ദബ് ഒരു ഇസ്മാണല്ലോ, അക്ദബ് എന്നുള്ളതൊരു ഇസ്മാണല്ലോ, അതിനാണ് ഇസ്മു തഫ്ളീൽ എന്ന് പറയുക. ഒന്നിനെ മറ്റൊന്നിനേക്കാൾ ഫضൽ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മു. വലാ യുഷ്തഖു, ആദ്യം തന്നെ പറയുകയാണ് ഇത് എല്ലാ ഫെയിലിൽ നിന്നും ഉണ്ടാവില്ല. എന്തെന്നൊക്കെയാണ് ഉണ്ടാവാത്തത് അത് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളതെന്നൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി. ഇല്ലാ മിൻ ഫിഅലിൻ സുലാസി, സുലാസി ആയിരിക്കണം, സുലാസിന്നേ ഉണ്ടാവുള്ളൂ, റുബായിന്ന് ഉണ്ടാവില്ല. ഒരാൾ അൽഹക്ക, ചിരിപ്പിച്ചു, സെയ്ദ് അമ്രിനേക്കാൾ ചിരിപ്പിക്കുന്നവനാണ്, ഇല്ല, ഇസ്മു തഫ്ളീലില്ല. പക്ഷെ അറബിയിൽ പറയണ്ടേ, സെയ്ദ് കൂടുതൽ ചിരിപ്പിക്കുന്നവനാണെന്ന് എങ്ങനെ പറയും? അതിനുള്ള മാർഗം വേറെ ഉണ്ട്, പക്ഷേ ഇസ്മു തഫ്ളീലില്ല. ഒറ്റൊരു വാക്ക് അക്ദബു എന്ന് പറഞ്ഞ മാതിരി, കാരണം അത് ആലോചിച്ചറിയാം, കോമൺ സെൻസ് ഉപയോഗിച്ച്. അഫ്അൽ എന്നുള്ള വസ്നിൽ ഓൾറെഡി അൽഹക്കയാണ്, അതിൻ്റെ മുകളിൽ പിന്നെ ഇനി വേറെ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ ചിരിക്കുന്നവൻ എന്നുള്ളതിന് ലഹിക്ക് എന്നുള്ള ഫെയിലിൽ രണ്ടുപേരും പങ്കുചേർന്നു, ഒരാൾക്ക് ചിരി കൂടുതലാണെന്നുള്ളതിന് അൽഹക്കു എന്ന് പറയാം. സയ്യിദുൻ അൽഹക്കു മിൻ അംർ,
ജയ്ദ് അമ്രിനേക്കാൾ വലിയ ചിരിക്കാരനാണ്. പക്ഷെ ചിരിപ്പിക്കുന്നവൻ എന്നുള്ളതിനെ ചിരിപ്പിച്ചു എന്നതിന് അൽഹക്കാന്നാണ് പറയുക. അതിൻ്റെ മുകളിൽ ഇനി ഒരു അഫ്അൽ വസ്ൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അത് തന്നെ അഫ്അലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ. അപ്പോൾ ഒന്നാമത് സുലാസി ആയിരിക്കണം, രണ്ടാമത്തേത് മുസ്ബത്ത് ആയിരിക്കണം. ഉദാഹരണത്തിന് ലാ യക്ദിബു, കളവ് പറയുകയില്ല. ലാ യക്ദിബു ജയ്ദുൻ വല അമ്രുൻ, ജയ്ദും അമ്രും കളവ് പറയുകയില്ല. പക്ഷെ അമ്ര തീരെയും പറയാത്തവനാണ്. അപ്പോൾ കളവ് പറയാതിരിക്കൽ എന്നതിൽ ഒരാൾ കൂടുതലാണ്. അതിന് ഇസ്മു തഫ്ദീൽ ഉണ്ടാക്കാൻ പറ്റുമോ? അതും പറ്റില്ല, കാരണം ഒരു ലാ ഒക്കെ ഉണ്ട് അവിടെ, ഒന്നും ചെയ്യാൻ കഴിയില്ല. മൂന്നാമത്തത് മുത്തസരിഫ് ആയിരിക്കണം. മുത്തസരിഫ് എന്ന് നമ്മൾ കഴിഞ്ഞ ഫെയിലിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു, ചില ഫെയിലുകൾക്ക് മാലി മുതാരി ഉണ്ടാവില്ല, ചിലതിന് മാലി മുതാരി ഉണ്ടാവും അമ്ര ഉണ്ടാവില്ല, അല്ലെങ്കിൽ മുതാരി അമ്രും ഉണ്ടാവും മാലി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒന്നും പറ്റില്ല, മുത്തസരിഫ് ആയിരിക്കണം. ആ ഫെയിലിന് മാലി മുതാരി അമ്രുള്ള ഫെയിലായിരിക്കണം. അടുത്തത് താമായിരിക്കണം. താമെന്ന് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ ഇത് പഠിക്കുമ്പോൾ അഫ്വൻ താമെന്ന് പറഞ്ഞാൽ നാക്കിസ് ആവരുത്. നാക്കിസ് എന്ന് പറഞ്ഞാൽ ഖാന വാഹവാത്തു അല്ലേ. ഖാന വാഹവാത്തുവിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഫെയിലാണ്. പക്ഷേ സാധാരണ ഫെയിൽ പോലെ ഫായിലും മഫൂലും ഒന്നും വരുന്ന ഫെയിലുകളല്ല. അതൊരു ജുംലൻ്റെ മുമ്പിൽ, ഒരു മുബ്തദും ഖബറിൻ്റെ മുമ്പിൽ വരുന്നതാണ് ഖാന വാഹവാത്തു. ഖാന വാഹവാത്തു ആവരുത് മനസ്സിലാക്കിയാൽ മതി. അത് മുത്തസരിഫ്. താമെന്ന് പറഞ്ഞാൽ നാക്കിസ് ആവരുത്. നാക്കിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖാന വാഹവാത്തു ഫെയിലാണെങ്കിലും അതിന് മുബ്തദും ഖബറും ആണല്ലോ വേണ്ടത് ഖാനക്ക്, അതാവരുത്. അടുത്തത് ഖാബിലുൻ ലിത്തഫാവുത്ത്. തഫാവുത്ത് പറഞ്ഞാൽ എന്താണ്? ഏറ്റക്കുറവ് സങ്കല്പിക്കാൻ പറ്റുന്ന ഫെയിലായിരിക്കണം. എന്നാൽ ചില പ്രവൃത്തികളിൽ ഒരാൾ കൂടുതൽ ഒരാൾ കുറവെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ മരിച്ചുപോയി, ഒരാൾ കൂടുതൽ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? മരണം എല്ലാം മയ്യത്ത് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആവരുത്. ഇതിന് ഉദാഹരണമായിട്ട് സാധാരണ എല്ലാ സർഫിൻ്റെ കിതാബിൽ മാറ്റാന്നുണ്ടാവില്ല. വേറെ എല്ലാ ഫെയിലും മനുഷ്യന്മാരും മത്സരിക്കും. മരണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ നന്നായി മരിക്കാനും ഒന്നുമില്ല, അവസരമില്ലല്ലോ. അടുത്തത് മബ്നിയിൻ ലിൽ മഅലൂം. ഇപ്പോൾ കൊല്ലപ്പെട്ടു അത് പോട്ടെ, അത് തഫാവത്തില്ല, അതിൽ ഏറ്റക്കുറവില്ല. ളുരിബ, ഒരാൾക്ക് കൂടുതൽ അടി കിട്ടിയിട്ടുണ്ട്, ഇവനും മദ്റൂബാണ് ഇവൻ കൂടുതൽ മദ്റൂബാണ്, അത് പറ്റില്ല. കാരണം അവിടെ മബ്നിയിൽ മജ്ഹൂലാണ്, അത് പറ്റില്ല. മബ്നിയിൽ മഅലൂമായിരിക്കണം. അപ്പോൾ ഇത്രയും ഷർത്തുകളുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫെയിലിനൊക്കെ ഉണ്ട്, ചിലത് ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാവും, നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതിനില്ലാന്ന് മനസ്സിലാക്കിയാൽ മതി. നഹു, അതുപോലെ ഹുവ അഫ്ദലു മിൻ ഫുലാൻ. അഫ്ദൽ എന്നുള്ള വാക്ക് ഇത് പറഞ്ഞ ഷർത്തൊക്കെ ഒത്ത വാക്കാണ്. വ അക്ബറു മിൻഹു വ അഹ്സനു മിൻഹു, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇസ്മു തഫ്ദീൽ അർബഅത്തു അൻവാ, 4 തരത്തിലുണ്ട്. ഇത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഇസ്മു തഫ്ദീലിനെ ഉണ്ടാക്കി വെച്ചു പറഞ്ഞ രൂപത്തിൽ. ഇനി അത് നമ്മൾ സെൻറ്റൻസ് പ്രയോഗിക്കുമ്പോൾ 4 രീതിയിൽ പ്രയോഗിക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും സിമ്പിൾ ഉദാഹരണമാണ് ഹുവ അഫ്ദലു മിൻഹു, ഇവൻ അവനേക്കാൾ നല്ലവനാണ്. ഇത് ഒരു പ്രശ്നമില്ലാത്ത സിമ്പിൾ ഉദാഹരണം. പക്ഷേ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വരും ഇത് ഉപയോഗിക്കുന്നതിൻ്റെ രീതിയിൽ. ഒന്ന്, അൽ മുജറദ് മിൻ അൽ വൽ ഇലാഫ, അല്ലുമില്ല ഇലാഫത്തുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഇസ്മു തഫ്ദീലിൻ്റെ മുമ്പ് അല്ലും വന്നിട്ടില്ല, അത് മറ്റൊരു മുദാഫിൻ ഇലൈഹിയിലേക്ക് മുദാഫായിട്ടും ഉപയോഗിച്ചിട്ടില്ല. എന്താ ഉദാഹരണം പറയുമ്പോൾ വ്യക്തമാവും. ഫാത്തിമത്തു അക്ബറു മിൻക, ഇവിടെ അക്ബറു എന്നുള്ളതിന് അല്ലുണ്ടോ? ഇല്ല. അതിന് ശേഷം ഒരു മുദാഫിൻ ഇലൈഹി ഉണ്ടോ? ഇല്ല. അല്ലേ, മുദാഫിൻ ഇലൈഹി ചിലപ്പോൾ വരും, അക്ബറുൽ ഔലാദി, അങ്ങനെയൊന്നുമില്ലല്ലോ, അക്ബറു മിൻക എന്നാണ് വന്നിട്ടുള്ളത്. അത്തരം സന്ദർഭത്തിൽ നിയമം യജിബു തദ്കീറു വൽ ഇഫ്രാദ്, എപ്പോഴും മുദക്കറായിരിക്കണം. ഇപ്പോൾ ഫാത്തിമയാണെന്നുള്ളത് കൊണ്ട് അക്ബറിൻ്റെ മുഅന്നസും തരാൻ പോണ്ട. അല്ലുമില്ല, അതുപോലെ തന്നെ ഇലാഫത്തുമില്ലെങ്കിൽ മുദക്കറായിരിക്കണം, അതുപോലെ മുഫ്രദായിരിക്കണം. ഇപ്പോൾ അൻതും അക്ബറു മിൻ സെയ്ദിൻ, നിങ്ങൾ വാപ്പാക്ക് കുറേ മക്കളുണ്ട്, സെയ്ദാണ് ഏറ്റവും ഇളയവൻ, അപ്പോൾ മൂത്തവരൊക്കെ പാടെ ചൂണ്ടിയിട്ട് നമ്മൾ പറയണം അൻതും അക്ബറു മിൻ സെയ്ദിൻ. അവിടെ അക്ബർ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, ഇവർ കുറേ ആൾക്കാരിൽ ഒന്നും നോക്കണ്ട, മുദക്കറും മുഫ്രദായിരിക്കണം. അല്ലും ഇല്ല ഇലാഫത്തും ഇല്ലെങ്കിൽ, കാരണം അല്ലും ഇലാഫത്തും ഇല്ലെങ്കിൽ ഒരു സമാധാനത്തിൽ നിൽക്കണം നമ്മൾ. അപ്പോൾ പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അവിടെ മുഅന്നസ് മുദക്കറും നോക്കണ്ട, ജമും മുഫ്രദൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അൻതും അക്ബറു മിൻ ജയ്ദിൻ, അതുപോലെ ഫാത്തിമത്തു അക്ബറു മിൻക, അത്ര തന്നെ. രണ്ടാമത്തത് അൽ മുഖ്തരിനു ബി അല്ല് വന്നു. അല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ആ ഇസ്മു തഫ്ദീലിൻ്റെ മുമ്പത്തത് എന്താണ് എന്ന് നോക്കണം. ഉദാഹരണത്തിന് മാഹിറുൻ അൽ അക്ബർ. ഇപ്പോൾ ഒരാൾക്ക് മാഹിർ എന്നുള്ള പേരുള്ള 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 വ്യക്തികൾ മാഹിർ എന്ന പേരിൽ 2 ആൾക്കാർ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാഹിറുൻ അക്ബർ എന്ന് പറയാൻ പാടില്ല, വലിയ മാഹിർ എന്നുള്ള അർത്ഥത്തിൽ. അവിടെ മാഹിർ എന്നുള്ള
മാഹിറുൻ അൽ അക്ബർ, വലിയ മാഹിർ എന്ന് പറയുമ്പോൾ അക്ബർ എന്നുള്ളത് മുദക്കറായിട്ട് ഉപയോഗിക്കണം. മാഹിർ എന്താണോ അതുപോലെ ആയിരിക്കണം, അങ്ങനെ സിഫത്താണ്. മാഹിറുൻ അൽ അക്ബർ. ഫാത്തിമ ആണെങ്കിലോ അത് പറയുമ്പോൾ വ്യക്തമാവും. ഫാത്തിമ എന്നുള്ള പേരിൽ രണ്ടാളുണ്ട്, മാഹിർ എന്ന പേരുള്ള രണ്ടാളുണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പറയാണ് ആ വലിയ ഫാത്തിമ, മൂത്ത ഫാത്തിമാനെ കെട്ടിയ ആളാണ് ഈ മൂത്ത മാഹിർ എന്ന് പറയാണ്. അപ്പോൾ മാഹിറുൻ അൽ അക്ബർ മുതസവ്വിജുൻ ബി ഫാത്തിമ അൽ കുബ്ര. അങ്ങനെ അല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ മുദക്കർ മുഅന്നസ് നോക്കണം, അതിൻ്റെ ബാക്കത്തെ ആളെന്താണെന്നുള്ളത് നോക്കണം. പിന്നെ നഹ്വിൽ സിഫത്തിനെ കുറിച്ച് പഠിക്കുന്ന അതേ സംഭവം തന്നെ. ഇനി അതുപോലെ തന്നെ എണ്ണം നോക്കണം. അപ്പോൾ ഹും അൽ അക്കാബിർ. ഇപ്പോൾ 2 ഗ്രൂപ്പ് ഇരിക്കുന്നുണ്ട്, വയസ്സന്മാർ ഒരു സ്ഥലത്തും കുട്ടികൾ ഒരു സ്ഥലത്തും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നീ ആരെ കാണാൻ വന്നതാ നിൽക്കുമ്പോൾ അദ്ഹബു ഇലൈഹിം അൽ അക്കാബിർ, അല്ലെങ്കിൽ മൻ അസ്ഹാബുക്ക എന്ന് നോക്കുമ്പോൾ എന്താ പറയുക, ഹും അൽ അക്കാബിർ, വലിയവരായ അവർ. ചുരുക്കി പറഞ്ഞാൽ ഇസ്മു തഫ്ദീലിന് മുമ്പ് അല്ലുണ്ടോ, ആ ഇസ്മു തഫ്ദീൽ എന്തായിരിക്കണം, അതിൻ്റെ മുമ്പ് വന്ന ഇസ്മിൻ്റെ സിഫത്തായിരിക്കും. അതിന് എന്തൊക്കെ ഉണ്ടോ, ആണാണോ പെണ്ണാണോ, എണ്ണം എന്താണ് എന്നുള്ളതൊക്കെ ഇതിലും പാലിക്കണം. മൂന്നാമത്തത് അൽ മുദാഫ് ഇലാ നക്കിറ. മുദാഫായിട്ട് വരും ചിലപ്പോൾ. ഇപ്പോൾ നമ്മൾ പറയാണ് ഇവിടെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആരായിരിക്കും, നൗഫല, ഹാറൂന. അപ്പോൾ നമ്മൾ പറയാണ് ഹാറൂനു അസ്ഗറു താലിബിൻ ഫി ദർസ്. അവിടെ താലിബ് എന്നുള്ളത് നക്കിറല്ലേ, അവിടെ അസ്ഗർ എന്നുള്ളത് മുദാഫായി. അപ്പം ഇസ്മു തഫ്ദീൽ മുദാഫാവുകയും അതിൻ്റെ മുദാഫുൻ ഇലൈഹി ഒരു നക്കിറയാവുകയും ചെയ്താൽ എന്ത് ചെയ്യണം, അവിടെ മുദക്കറായിരിക്കണം ഉപയോഗിക്കുന്നത്, ഏകവചനമായിരിക്കണം ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈ പറഞ്ഞ ഉദാഹരണം ഹാറൂനു അക്ബറു താലിബിൻ, അത് സ്ത്രീയാണെങ്കിലും അപ്പോൾ മനസ്സിലാവും വ്യത്യാസം. ഫാത്തിമയാണെങ്കിലും ഫാത്തിമത്തു കുബ്ര താലിബിൻ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കുബ്ര താലിബത്തിൻ എന്ന് പറയാൻ പറ്റില്ല. ഫാത്തിമത്തു അക്ബറു താലിബത്തിൻ. അപ്പോൾ നമ്മുടെ ഇസ്മു തഫ്ദീൽ ഒരു മുദാഫാവുകയും അതിൻ്റെ മുദാഫിൻ ഇലൈഹി നക്രയാവുകയും ചെയ്താൽ പുല്ലിംഗമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മുഫ്രദായിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി മുദാഫാണ് ഇസ്മു തഫ്ദീൽ, പക്ഷേ മുദാഫിൻ ഇലൈഹി മാരിഫയാണ്, നക്കിറല്ല. മാരിഫയാണെങ്കിൽ രണ്ടും പറ്റും. അത് ഹാറൂനു അസ്ഗറുത്തുല്ലാബി എന്നും പറയാം, ഫാത്തിമത്തു ഹാറൂനു അസ്ഗറുത്തുല്ലാബി, അതൊക്കെ ഫാത്തിമൻ്റെ കാര്യത്തിലാണല്ലോ വ്യത്യാസം വരുന്നത്. ഫാത്തിമത്തു അസ്ഗറുത്തുല്ലാബി എന്നും പറയാം, സുഗറത്തുല്ലാബി എന്നും പറയാം, രണ്ടും പറ്റും. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇത് അത്ര വളരെ പ്രധാനം എന്ന് പറയാൻ കഴിയില്ല, നമ്മൾ ഉപയോഗത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന നിയമമല്ല, പക്ഷെ അറിഞ്ഞിരിക്കുക, ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക. അടുത്ത ഇസ്മു ജമാനും ഇസ്മുൽ മക്കാനും, അതുകൂടി പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഇസ്മുൽ ആലയും കൂടി ഉണ്ടല്ലേ, ഇസ്മുൽ ആലയും. ഇസ്മു ജമാനും ഇസ്മുൽ മക്കാനും ഇതിൽ രണ്ടെണ്ണമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഞാൻ ഒന്നായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് ഒന്നാണ് ശരിക്ക്, കാരണം രണ്ടും ഒരേ രൂപത്തിലാണ് ഉണ്ടാക്കുക, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്താണ് ഇസ്മു ജമാനും ഇസ്മു മക്കാനും? ഇസ്മാനി, അത് 2 ഇസ്മുകളാണ്. മുഷ്തഖാനി, മുഷ്തഖുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മിനൽ ഫെയിലി, ഫെയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഇത്ലാഖിഹിമ, അത് പ്രയോഗിക്കാൻ വേണ്ടി എവിടെ പ്രയോഗിക്കുന്നത്? അലാ മക്കാനിൽ ഫെയിലി വ ജമാനിഹി, ഫെയിൽ നടന്ന സ്ഥലവും സമയവും. നഹ്വു ഏതുപോലെ മത്ലഇൽ ഫജ്ർ, സലാമുൻ ഹിയ ഹത്ത മത്ലഇൽ ഫജ്ർ. അപ്പോൾ മത്ലഇൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഉദിക്കുന്ന സമയം അല്ലേ? ലൈലത്തുൽ ഖദ്ർ സൂര്യൻ ഉദിക്കുന്ന സമയം വരെയല്ലേ, സ്ഥലം വരെയാണോ? സമയം വരെയല്ലേ. അപ്പോൾ മത്ലഉൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്ർ ഉദിക്കുന്ന സമയം. അപ്പോൾ ത്വലഅ എന്ന് പറയുന്ന ഫിഅലിൻ്റെ ഇസ്മു ജമാനാണ് മത്ല എന്നുള്ളത്. നമ്മളിപ്പം തർക്കം ഉണ്ടായ മത്ല അതെന്താണ്? അത് ഉദിക്കുന്ന സ്ഥലമാണോ സമയമാണോ? സ്ഥലം. അത് മനസ്സിലാക്കുക, രണ്ടും ഒന്ന് തന്നെ, ഒരേ വാക്ക് ഒരുപോലെ തന്നെ. എങ്ങനെ തിരിച്ചറിയും? ഇവിടെ ഉദ്ദേശിച്ചത് ഇസ്മു ജമാനാണോ ഇസ്മു മക്കാനാണോ എങ്ങനെ തിരിച്ചറിയും? ഇപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ പോലെ തന്നെ സാഹചര്യം. സലാമിനി അത്തമത്തൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അവിടെ ഇസ്മു മക്കാനായാൽ ശരിയാവില്ല. സാഹചര്യം, സിയാഖ്, കരീന, അത്രയേ ഉള്ളൂ. മത്താം എന്താണ്?
സ്ഥലം. മത്താം എന്ന് പറഞ്ഞാൽ സ്ഥലം. നേരെ മറിച്ച് വേണമെങ്കിൽ ഇസ്മു സമാനായിട്ട് ഉപയോഗിക്കാം. മത്ത് അമി അസാ അൽ വാഹിദ ലുഹ്റൻ, അല്ലെങ്കിൽ മത്ത് അമി ബാദ സലാത്ത് ലുഹർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹോട്ടൽ ലുഹർസ്കാത്തിന് ശേഷമാണ് എന്ന് മനസ്സിലാക്കുക ആരെങ്കിലും? ഇല്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയം ലുഹറിന് ശേഷമാണെന്നേ മനസ്സിലാക്കുള്ളൂ. അത് കോണ്ടെക്സ്റ്റ് വേറെ മാർക്കുന്നില്ല. ഇനി അത് ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സംഗതി മനസ്സിലായി. യുസാഗാനി, അത് രണ്ടും ഉണ്ടാക്കാൻ പറ്റും. മിന സുലാസി, സുലാസിയിൽ നിന്ന് അല വസ്നി മഫ് അലിൻ വ മഫ് ഇലിൻ. ചിലപ്പോൾ മഫ് അൽ എന്ന് വരും, ചിലപ്പോൾ മഫ് ഇൽ എന്ന് വരും. ഇപ്പോൾ മത്ത് അം മത്ല എന്നൊക്കെ പറയുന്നത് മഫ് അൽ വസ്നാണ്. ചിലപ്പോൾ മഫ് ഇൽ എന്ന് പറയും. ഉദാഹരണം ഏറ്റവും അറിയപ്പെടും മസ്ജിദ്. മസ്ജിദ് എന്നുള്ളത് ഇസ്മു സമാനും ഇസ്മു മക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. രണ്ടും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്മു മക്കാനായിട്ട് ഉപയോഗിച്ചത് ഇഷ്ടം പോലെ ഉണ്ട്. വന്നൽ മസാജിദ് ലില്ലാഹി, അതുപോലെ തന്നെ പിന്നെ വല യഖ്റബുൽ മസ്ജിദ് അൽ ഹറാമ, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദ് അൽ ഹറാമി ഇലൽ മസ്ജിദ് അൽ അഖ്സ. അതൊക്കെ ഇസ്മു മക്കാനാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം, അതാണ് മസ്ജിദ്. ഇസ്മു സമാനായിട്ട് മസ്ജിദ് ഉപയോഗിച്ചത് എവിടെയാണ് ഖുർആനിൽ? ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ വസ്ത്രം ധരിക്കുക മസ്ജിദുകളിൽ. അതിൻ്റെ അർത്ഥം പള്ളീൻ്റെ ഉള്ളിൽ നിന്നാണോ? ഒരാൾ പള്ളീൻ്റെ ഉള്ളിൽ നിന്നാണ് വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഡ്രസ്സ് ഇടില്ല, അല്ല. മസ്ജിദ് എന്ന് പറഞ്ഞാൽ അവിടെ വക്തുസ്ഥലാണ്, നമസ്കരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുക. ശരി, ഇനി എപ്പോഴാണ് മഫ്അലാവുക, എപ്പോഴാണ് മഫ്ഇലാവുക? അത് നിങ്ങൾ വായിച്ചാൽ മതി. യഫ്അലു എന്നുള്ള മുദാരിയാണെങ്കിൽ അവിടെ മഫ്അൽ എന്നാണ് ആവുക, മൽ അബ്. അതുപോലെ തന്നെ യഫ്ഉലു എന്നുള്ള മുദാരിയാണെങ്കിലും മഫ്അൽ എന്നാണ് ആവുക, യക്തുബു മക്തബ്. അതുപോലെ നാഖിസായ ഫിഅൽ, നാഖിസായ ഫിഅൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം എല്ലാത്തിൻ്റെ അക്ഷരം. സഅ യസ്അ, മസ്അ, മസ്അ എന്ന് പറഞ്ഞാൽ മഫ്അൽ എന്നല്ലേ വസ്ന്. അതുപോലെ തന്നെ ഫിഅൽ മുദഅഫ്, ഫറ യഫിറു, അതിൻ്റെ മഫറുൻ, മഫർ എന്ന് പറഞ്ഞാൽ മക്തബ് അല്ല മഫ്അൽ വസ്നല്ലേ, മഫറുൻ. അത് ശരിക്കും മഫ്റർ എന്നാണ്, പിന്നെ അങ്ങനെ ആയത്. മഫ്ഇൽ ആവുമ്പോഴാണ് നിങ്ങൾ വായിച്ചാൽ മതി, അത് അതിലൊന്നും പറയാനില്ല. ഇനി ഗൈറു സുലാസി ആണെങ്കിലോ? ഗൈറു സുലാസി ആണെങ്കിൽ ഇസ്മുൽ മഫ്ഊലിൻ്റെ അതേപോലെ തന്നെ. ഇസ്മുൽ മഫ്ഊൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചത് അതേപോലെ. ഇപ്പോൾ സല്ല, അത് സല്ല ഏതാ വസ്ന്? ഫഅല, ഫഅലല്ലേ, മുഫഅലുൻ. ഇപ്പോൾ മുസല്ല, മുസല്ല അത്രേ ഉള്ളൂ. മസ്ജദുൻ അല്ലേ? അത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. എന്തുകൊണ്ടാണ് മസ്ജിദ് എന്നായിട്ടില്ല, മസ്ജിദ് ഉണ്ടോ, ആ വിഷയത്തിൽ എന്തോ ഒരു ഡിസ്കഷൻ വായിച്ച് മറന്നു പോയിട്ടുണ്ട്, എന്ന് നോക്കിയാൽ. ശരി, ഇനി ഇസ്മുൽ ആല. അപ്പോൾ ഗൈറു സുലാസി എന്താണ്? ഇസ്മുൽ മഫ്ഊൽ അങ്ങനെ തന്നെ. ഇപ്പോൾ ഇസ്തഷ്ഫ, ഇസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ എന്താ? ഷിഫ തേടി, രോഗം മാറാൻ ശ്രമിച്ചു. തൊലബ അഷിഫ, ഷിഫ അന്വേഷിച്ചു. അതിൻ്റെ മഫ്ഊൽ ബിഹി എങ്ങനെ, അല്ല അഫൻ ഇസ്മുൽ മഫ്ഊൽ എങ്ങനെ ആയിരിക്കും? നമ്മൾ പറഞ്ഞു ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കാൻ സുലാസി അല്ലെങ്കിൽ 3 കൊടുക്കുക ഫസ്റ്റ്. ഇസ്തഷ്ഫൻ്റെ മുദാരി യസ്തഷ്ഫി, മുദാരിൻ്റെ മുമ്പിലാട്ടോ കൊടുക്കേണ്ടത്. യസ്തഷ്ഫി അതിൻ്റെ യാ മാറ്റി, അപ്പോൾ എന്നായി. അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് ഫത്ഹ, അത് ഓൾറെഡി ഫത്ഹയാണ്, ഫാക്ക് ഫത്ഹയാണ്. മുസ്തഷ്ഫ, ഷിഫ തേടുന്ന സ്ഥലം. മജ്ഹൂലല്ലേ യുസ്തഷ്ഫ. ഇസ്മുൽ മഫ്ഊൽ ഉണ്ടാക്കേണ്ട മജ്ഹൂലിൽ നിന്നല്ലേ? എനിക്ക് തെറ്റിയാലും നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. അടുത്ത ഇസ്മുൽ ആല. ഇസ്മുൽ ആല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൽ ആല എന്ന് പറഞ്ഞാൽ ഉപകരണം. ആലത്ത് തന്നെ ഉപകരണം. അപ്പോൾ ഉപകരണം എന്ത് എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ ഒരു ഫെയിലിൽ നിന്ന് ആ ഫെയിൽ ചെയ്യാനുള്ള ഉപകരണത്തിൻ്റെ പേരുണ്ടാക്കാൻ പറ്റും. ഇസ്മുൻ മുഷ്തഖും മിനൽ ഫിഅലി, ഒരു ഫെയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇസ്മാണ്. ലി ഇത്ലാഖിഹി, അത് പ്രയോഗിക്കാൻ വേണ്ടി. അല ആലത്തിഹി, ആ ഫെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് വേണ്ടി, ഉപകരണത്തെ വിളിക്കാൻ വേണ്ടിയിട്ട്. നഹ്വു, അതുപോലെ മിൻഷാറുൻ. മിൻഷാർ എന്ന് പറഞ്ഞാൽ എന്താ? വാള്, ഈർച്ച വാള്, നമ്മളെ ആശാരിമാരുടെ അടുത്തുള്ള വാള്. അതിന് മിൻഷാർ എന്ന് പറയാൻ കാരണം നഷറ എന്ന് പറഞ്ഞാൽ പൊളിച്ചു, അത് പൊളിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന് മിൻഷാറുൻ. വലഹു ഹംസത്തു അബ്നിയ, അതിന് 5 ബിനാകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മിഫ്ആലുൻ, നഹ്വു മിസ്ബാഹുൻ. മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക്, വിളക്ക്. അപ്പോൾ വെളിച്ചം ഉണ്ടായി എന്നുള്ള ഫെയിൽ എന്താണെന്ന് എനിക്കറിയില്ല, അസ്ബഹാന്നോ അല്ലെങ്കിൽ സബഹാന്നോ നോക്കണം. അതിൻ്റെ ആലത്താണ്, അതിനുള്ള ഉപകരണമാണത് മിസ്ബാഹ്. മിഫ്താഹ്, ഫതഹ. അപ്പോൾ മിഫ്ആൽ വസ്ന് ഇഷ്ടം പോലെ ഉണ്ട്. മിൻഷാർ ഇപ്പോൾ നമ്മൾ കണ്ടു. അടുത്തത് മിഫ്അലുൻ. മിഫ്അലുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണമാണ് മിബ്രദ്. മിബ്രദ് പറഞ്ഞാൽ എന്താ? ഫ്രിഡ്ജ്, AC, തണുപ്പിക്കുന്ന സാധനം,
കൂളർ എന്ന് പറയാം, തണുപ്പിക്കുന്നത്. ബറുദ എന്ന് പറഞ്ഞാൽ തണുത്തു, മിബ്രദ് പറഞ്ഞാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആലത്ത്. മിഫ്അലത്തുൻ ഉദാഹരണം മിക്നസത്തുൻ. കനസ എന്ന് പറഞ്ഞാൽ ആ കനസല്ല, കനസ യക്നിസു. അതിൻ്റെ മുതാരി എന്തായിരുന്നു? ഖനസ യഖ്നിസു. കനസ യക്നുസു ആണത്. ഇവിടെ കനസ യക്നിസു. കനസ യക്നിസു ആണ് അടിച്ചു വരിക, വൃത്തിയാക്കുക. ഇപ്പോൾ മിക്നസത്ത് എന്ന് പറഞ്ഞാൽ ചൂല്, വാക്വം ക്ലീനർ എല്ലാം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഫആലുൻ ഉദാഹരണം ഹഫാർ. ഹഫാർ എന്ന് പറഞ്ഞാൽ കുഴി കുഴിക്കുന്ന, ഡിഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആലത്ത് എന്താണോ അതൊക്കെ. ഫആലത്തുൻ ഉദാഹരണം സയ്യാറത്തുൻ. സാറ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു, അതിനുപയോഗിക്കുന്നതാണ് സയ്യാറത്ത്. വജാഅത് സയ്യാറത്തുൻ, അതെന്താണ് സയ്യാറത്ത്? അത് യാത്രാ സംഘമാണ്, അത് ഇതല്ല, അത് ഇസ്മുൽ ആലല്ല. സയ്യാറത്ത് എന്നുള്ള നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാറ് കണ്ടുപിടിച്ചപ്പോൾ അറബിയിലൊരു വാക്ക് വേണം. അപ്പോൾ അതുവരെ കാറിനുള്ള വാക്കില്ലല്ലോ. മലയാളം എന്താ ചെയ്തത്? നമ്മൾ കാറ് തന്നെ വിളിക്കുക, വേറെ മാർഗ്ഗമൊന്നുമില്ല. അറബിയിൽ ഇങ്ങനെയുള്ള ഇസ്തിഖാക്കാണ് അറബിൻ്റെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സംഭവമാണ്. അത് അറബി ഭാഷയും മറ്റു ഭാഷകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന കാര്യമാണ് ഇസ്തിഖാക്ക് എന്ന് പറയുന്നത്. ഈ 7 എണ്ണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്തൊരു ഉപകരണം കണ്ടുപിടിച്ചാലും. കാറ് കണ്ടുപിടിച്ചപ്പോൾ എന്തിനാണ് കാർ ഉപയോഗിക്കുന്നത്? സാറ. അപ്പോൾ ഇസ്മുൽ ആല അതിൻ്റെ വസനിലിട്ട് സയ്യാറത്തുൻ. കാറ് എന്നൊരു അറബി പോലും പറയുന്നുണ്ടാവില്ല. ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടെന്നറിയില്ല, വേറെ രാജ്യത്തും പറയില്ല. തൊയ്യാറത്തുൻ വിമാനം വന്നപ്പോൾ സിമ്പിളായിട്ട് അവരാരും എയറോപ്ലെയിൻ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒറിജിനൽ ഇംഗ്ലീഷ് വാക്കിനേക്കാളും എളുപ്പവും അതിനേക്കാളും അർത്ഥം മനസ്സിലാക്കുന്നതുമായ വാക്ക് അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. എയറോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് പറക്കുന്നൊരു സാധനം എന്നുള്ളത് ഓർമ്മ വരും. എയറോപ്ലെയിൻ എയർ എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരും. അപ്പോൾ കാർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കാർ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷുകാരനോട് ഇതെങ്ങനെ ഉണ്ടായത് വാക്ക്, ഈ നമ്മൾ മുന്നിലിരിക്കുന്ന കാറും ഈ വാക്കും തമ്മിൽ എന്താണ് ബന്ധം എന്ന് വെച്ചാൽ അവൻ അറിഞ്ഞോളന്നില്ല. എയറോപ്ലെയിനും ഓക്കെ, എയർ എന്നുള്ളതുകൊണ്ട് വായിൽ പോകുന്നതെന്ന് പറയും. അതെ, പറക്കുന്ന സാധനം ത്വാറിൻ്റെ ഇസ്മുൽ ആലാണ് തൊയ്യാറുൻ ഫആൽ വസ്ൻ. അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരനോട് ചോദിച്ചാൽ എന്താണ് കാർ എന്നുള്ള വാക്കും കാർ എന്ന വസ്തു തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ നമ്മൾ ഇസ്തിഖാക്കിലൂടെ ഉണ്ടാക്കി, അവൻ സമായി എന്ന് പറയേണ്ടി വരും. നമ്മൾ ഇസ്തിഖാക്കിലൂടെ ഉണ്ടാക്കിയത് സയ്യാറത്തുൻ, വാഹനം ഓടാൻ ഉപയോഗിക്കുന്ന വസ്തു. അതുപോലെ അറബികൾ കുടുങ്ങും ചില സമയത്ത്. അങ്ങനെ കുടുങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ 5 വസ്നല്ലേ ഉള്ളൂ. ഈ 5ലും പെടാത്ത, അല്ലെങ്കിൽ 5 വസ്നിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു സംഗതി ഉണ്ടായാൽ എന്തു ചെയ്യും? അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ, അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നാലും ഒരു തക്കല്ലുഫ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു. അപ്പോൾ ഹസബ് കാൽക്കുലേറ്റർ കണക്കൂട്ടാൻ ഉപയോഗിക്കുന്നതായിരുന്നല്ലോ ഫസ്റ്റ് ആദ്യകാലത്ത്. അപ്പോൾ ഇതിനെ എന്താ വിളിക്കുക? ഹസാബുൻ. അതൊരു സുഖമല്ല. അങ്ങനെ അവരെന്ത് ചെയ്യും? ഈ മുജമ്മ ഉൽ ലുഗ എന്ന് പറഞ്ഞിട്ട് വരെ സംഘടന ഉണ്ട്. ഈ ലോകത്തിന് നാനാഭാഗത്തുള്ള ഭാഷാ പണ്ഡിതന്മാർ കൂടിയിട്ട് ഈജിപ്തിലൊരു മുജമ്മ ഉൽ ലുഗ ഉണ്ട്, മക്കത്തുണ്ട്. അപ്പോൾ അവർ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചതാണ്. കുറേ ഉപകരണങ്ങൾ വരുന്നുണ്ട് പുതിയത്. അപ്പോൾ അവർ ഈ 5-ന് പുറമെ ഒന്നുകൂടി ആഡ് ചെയ്തു. ഫാഊൽ, അതാണ് ഹാസൂബ്. അങ്ങനെയുള്ള പല വസ്തുക്കളും. പിന്നെ ഫാഊൽ എന്നുള്ള വസ്ന്, കാരണം ഒരു വസ്നിൽ തിരക്ക് കൂടുമില്ലെങ്കിൽ ഈ ഫആൽ എന്നുള്ളതിലൊക്കെ കുറേ ഉണ്ട് ഓൾറെഡി. അപ്പോൾ അവർ പുതിയ വസ്തുക്കൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഹാസൂബ് എന്നുള്ളൊരു വസ്ന ഉണ്ടായിക്കോളും. അപ്പോൾ ഇസ്തിഖാക്ക് എന്നുള്ളത് അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യന്മാരില്ല. ഇസ്മുൽ ഫായിൽ, അത് ഇസ്മുൽ ഫായിൽ ഓൾറെഡി ഫായിൽ വസ്നുണ്ട്. ഇസ്മുൽ ഫായിലിൻ്റെ വസ്നുകൾ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ ഫഅല വസ്നിൻ്റെ ഇസ്മുൽ ഫായിൽ ഫആലാണ്. മനുഷ്യൻ ഖിത്താർ, ഇതിൽ നമ്മൾ പറഞ്ഞ 5-ൽ ഫിആലുണ്ടോ? ഫിആലില്ല. ഫിആലും ഉണ്ടായിരിക്കാം, ഉൾപ്പെടുത്തിയിരിക്കാം. വേറെ ഉപകരണങ്ങൾ മിക്യാൽ കോരി കയ്യിൽ. മിൽഅഖത്തുൻ മിഫാല വസ്നിലുള്ള സ്പൂണ്. എന്താ ലഅഖ എന്ന് പറഞ്ഞാൽ നക്കുക. ഒരു ഹദീസില്ലേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഫലാ യംസഹ് യദഹു, കൈ കഴുകരുത്, ഹത്താ യൽഅഖഹു, നക്കുന്നത് വരെ. ഔ യുൽഇഖഹു, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നക്കിപ്പിക്കുന്നത്. അത് കുറേ പരിഹസിക്കപ്പെട്ടുള്ള ഒരു ഹദീസാണ്. ഉദ്ദേശിക്കുന്നത് കുടുംബക്കാരാണ്, ഉമ്മാൻ്റെ വാപ്പാൻ്റെ. മിൽറബത്ത്, ബാറ്റൊക്കെ ആലോചിച്ചൊക്കെ സിമ്പിളായിട്ട് മിൽറബ, പ്രശ്നം തീർന്നു. മലയാളത്തിൽ വാക്കുണ്ടോ ബാറ്റിന്?
സ്വിച്ചിന് എന്താ പറയുക? സ്വിച്ചിന് ഇതല്ല, ഇസ്മുൽ ആലായിട്ടല്ല ഉപയോഗിക്കുന്നത്. സിറുൻ എന്നുള്ള വാക്കാണ്, സിറുൻ. വേറെ ഏത് പുതിയ ഒരു ആശയം വന്നാലും ഇസ്മുൽ ആലയിൽ ഉൾപ്പെടുത്തും എന്നല്ല പറയുന്നത് കേട്ടോ, ഇസ്തിഖാക്കിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇതോടുകൂടി നമ്മളെ തസ്രീഫുൽ അസ്മായിലെ ഏറ്റവും വലുത് ജാമിദ് മുസ്തഖ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതെല്ലാം ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തെ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയുന്നതല്ലേ, സഹീഹ് മുഅത്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എന്ത് പറയും, അവസാനത്തെ അക്ഷരത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരം വന്നാൽ നാക്കിസ്, അങ്ങനെ അത് തന്നെ അലിഫ് വന്നാൽ വാവ് വന്നാലൊക്കെ എന്താണ്, മുദക്കർ മുഅന്നസ് എല്ലാവർക്കും അറിയാം, മുഫ്രദ് മുസന്ന ജം അറിയാം, തസ്ഗീർ നസബ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നുകൂടി ഒരു ക്ലാസ്സിൽ തീരും. പിന്നെ 2 ക്ലാസ് ഇൻഷാ അല്ലാഹ് എന്തായാലും നോമ്പിന് മുമ്പ് തീർക്കാം ഇൻഷാ അല്ലാഹ്. ശരി എന്നാൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത